സ്തോത്രം. ഇപ്പൊ നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് പേരന്റിങ്ങിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ചർച്ച് ഓഫ് ഗോഡ് ചർച്ചസിന്റെ ഓവർസിയർ ആയിരിക്കുന്ന സുശീൽ മാത്യു സാർ നമ്മോട് കൂടെ ഉണ്ട്. ചർച്ച് ഓഫ് ഗോഡ് സഭയിലെ പല പാസ്റ്റേഴ്സ് നമ്മോടൊപ്പം ഉണ്ട്, പല ചർച്ചുകളിലെ വിശ്വാസികളുണ്ട്, അബണ്ടന്റ് ലൈഫ് ചർച്ച് ഓഫ് ഗോഡിലെ ദൈവമക്കളുണ്ട്, ചർച്ചിന്റെ ഭാഗമായി കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നവർ, ഇപ്പൊ നാട്ടിലുള്ളവർ കുറച്ചു പേരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മൾ പേരന്റിങ്ങിന്റെ ആ ഒരു പേരന്റിങ് എന്നുള്ള സബ്ജക്റ്റ് ആണ് ഇന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങള് നമ്മോടൊപ്പം ഉള്ളത് എങ്ങനെയാണ് നമ്മുടെ കർത്താവിന്റെ ദാസനാണല്ലോ നമ്മളെ നയിക്കുന്നത്. ദേവദാസൻ ആ കാര്യങ്ങളെ അഭിപ്രായങ്ങൾ പറയട്ടെ. എനിവേ പറയാൻ വന്നത് സുശീൽ സാർ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞായിരുന്നു. എങ്ങനെയാണ് പൂർണ്ണ ഉത്തരവാദിത്വം പിന്നെ സ്വാതന്ത്ര്യം പാസ്റ്റർക്ക് വിട്ടുകൊടുക്കുന്നു, അലക്സാണ്ടർ പാസ്റ്റർക്ക്. തുടർന്നുള്ള സമയങ്ങളിൽ നമുക്ക് ഇന്നലെയും 2 ദിവസമായിട്ട് നമ്മൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ളവർ ജോയിൻ ചെയ്യുവാൻ ഇടയായി. ഒത്തിരി മെസ്സേജസ് ഈ ക്ലാസ്സുകളെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് കിട്ടുവാൻ ഇടയായി. കർത്താവ് ഒത്തിരി പേർക്ക് അനുഗ്രഹമാക്കി തീർത്തൊരു സ്തോത്രം ചെയ്യുന്നു. യേശുവിനോട് ചേർന്നുള്ള കുടുംബജീവിതത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഈ ക്ലാസ്സുകൾ നമ്മളെ വീണ്ടും ഇടയാക്കട്ടെ. തന്റെ അനുഭവങ്ങളിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്ന വാക്കുകൾ തീർച്ചയായിട്ടും നമുക്കൊരു വലിയൊരു അനുഗ്രഹമായി തീരും. അത് തുടർന്ന് ഉള്ള സമയങ്ങളിൽ കർത്താവിന്റെ ദാസന്റെ പൂർണ്ണ സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിലായിരിക്കാം. ദൈവദാസൻ തുടർന്നുള്ള ശുശ്രൂഷിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഇന്നലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അല്പസമയങ്ങൾ അതിനുള്ള ഒരു 1-2 മറുപടികളും തരും. എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഷോർട്ട് ടൈമിൽ നടക്കണം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വിശാലമായിട്ട് പറയാനുള്ള സമയമില്ല. നിങ്ങൾ പേഴ്സണലി നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ മറുപടി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് തരുന്നതായിരിക്കും. അതുകൊണ്ട് ഈ സമയത്ത് അങ്ങനെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടുള്ളത് പ്രതീക്ഷിക്കരുത്. എനിവേ, ഫേസ്ബുക്കിൽ നമ്മളെ വാച്ച് ചെയ്യുന്നവരുണ്ട്, മറ്റ് പല സ്ഥലങ്ങളിലായിരിക്കുന്നവരുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ 3 ദിവസം അടുപ്പിച്ച് എല്ലാ ദിവസവും ഉണ്ടായിരുന്നവരുണ്ട്. എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. കർത്താവിന്റെ ദാസൻ തുടർന്ന സമയങ്ങളിൽ ശുശ്രൂഷിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ശരിക്ക് കാണാമോ കേൾക്കാമോ? കാണാം, കേൾക്കാം, കുഴപ്പമില്ല. താങ്ക് യു. ഞാൻ ഒത്തിരി സന്തോഷത്തോടെയാണ് ഇന്ന് നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ബിജോയ് നൈനാൻ പാസ്റ്ററിന്റെ ആ അല്പസമയത്തെ പ്രൈസ് ആൻഡ് വർഷിപ്പ് ആക്ച്വലി എന്നെ ഒത്തിരി ഒരു ഇമോഷണൽ ആൻഡ് നോസ്റ്റാൾജിക് തലത്തിലേക്ക് കൊണ്ടുപോയി. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ പോലും കർത്താവ് മ്യൂസിക് ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ പറഞ്ഞു മോശയുടെയും കുഞ്ഞാടിന്റെയും പ്രസംഗം പ്രസംഗിച്ച നല്ല പാട്ടുപാടി. പ്രൈസ് ദി ലോർഡ്. അപ്പോ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ 3 ദിവസങ്ങളും, പ്രത്യേകിച്ച് 2 ദിവസങ്ങളിൽ, ലാസ്റ്റ് 2 days was such a blessing to me. നിങ്ങൾക്കറിയാമല്ലോ, ഈ കോവിഡിന്റെ മധ്യത്തിൽ ക്വാറന്റൈനിലായിരിക്കുന്നത് പോലെയാണ് ഞങ്ങളും ഇവിടെ ആയിരിക്കുന്നത്. അമേരിക്കയിലാണെന്നേ ഉള്ളൂ, പക്ഷെ ഞങ്ങൾ ഒരു മുറിക്കകത്താണ്, ഒരു വീട്ടിനുള്ളിലാണ്. വെളിയിലേക്ക് അധികം പോകുവാൻ ഒക്കുന്നില്ല. ഇന്ന് ലോകത്തിലുള്ള ഏത് രാജ്യങ്ങളെക്കാൾ കൂടുതൽ കോവിഡ് പേഷ്യൻസും മരണങ്ങളും നടന്നത് അമേരിക്കയിലാണ്. സോ ഇന്ന് പല രാജ്യങ്ങളിലും ഈ റേസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് തുടർന്നും ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചു, ഇത് കുറയുമോ? ഞാൻ പറഞ്ഞു, ദിവസങ്ങൾ കഴിയും തോറും ഈ പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ. പേരുകൾ മാറി മാറി വരും, പക്ഷേ പ്രോബ്ലംസ് വിൽ ബി ഇൻക്രീസിങ്. ഒരു സമയം വരും, വരാൻ പോകുന്ന രോഗങ്ങൾ, പെസ്റ്റിലൻസസ്, ഇത് നിമിത്തം മനുഷ്യർ പല്ല് കടിച്ച് ദൈവത്തോട് മറുതലിക്കുമെന്ന്. ദേ വിൽ റിപ്പൻ നോട്ട്. ദൈവത്തെ നോക്കി പല്ല് കടിക്കുമെന്നാ പറയുന്നത്. ദൈവത്തെ നോക്കി ചീത്ത വിളിക്കും. അതുപോലെയുള്ള സാഹചര്യങ്ങളാകുവാൻ പോവുകയാണ്. പക്ഷെ നമുക്കറിയാം, നമ്മുടെ കർത്താവ് വരുമ്പോൾ നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് നിത്യ തേജസ്സിൽ കർത്താവിനോട് കൂടെ ആയിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കൂടെ പാസ്റ്റർ ജിബുവിനും പാസ്റ്റർ സുശീൽ മാത്യു, ബഹുമാനപ്പെട്ട ഓവർസിയർക്ക് എന്റെ സ്നേഹവന്ദനം. ജോയ് ചായൻ കോട്ടയത്ത് നിന്ന് ജോയിൻ ചെയ്തു. ആക്ച്വലി ഹി വാസ് പാർട്ട് ഓഫ് അവർ അബണ്ടന്റ് ലൈഫ് ചർച്ച് ഓഫ് ഗോഡ്.
അദ്ദേഹം ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ സ്നാനപ്പെട്ടതാണ്. മറ്റു പല ദൈവമക്കളുമുണ്ട്, ദൈവദാസന്മാരുണ്ട്. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരു ചോദ്യം എന്ന് ചോദിക്കുകയുണ്ടായി ഇന്നലെ. Today's generation love to enjoy the best moments of life, loves to spend time with their partner, but if she doesn't want to be submissive to her husband, what is the next step? Because according to me, I have only one life, and my life is as important as living on this earth meaningfully than going to heaven. നമുക്ക് ഈ ചോദ്യത്തിൽ നിന്നറിയാം ഇതൊരു ഭർത്താവാണ് ചോദിച്ചത്. ഒരുപക്ഷെ അദ്ദേഹം സ്വന്തം അനുഭവത്തിൽ നിന്നാകാൻ ചോദിച്ചത്, ഇല്ല എങ്കിൽ തന്റെ മറ്റേതെങ്കിലും സ്നേഹിതരോടുള്ള ബന്ധത്തിലോ തന്റെ അറിവിൽപ്പെട്ട കുടുംബജീവിതത്തിന്റെ പശ്ചാത്തലത്തിലോ ആകാൻ ചോദിച്ചത്. ബട്ട് ഒരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞു, ഇഫ് യു വാണ്ട് മോർ ആൻസേഴ്സ് ആസ്ക് മോർ ക്വസ്റ്റ്യൻസ്. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാത്തത് കൊണ്ടാണ് നമുക്ക് മറുപടികൾ കിട്ടാത്തത്. എൻ്റെ പരിമിതമായ ജീവിത അനുഭവത്തിൽ നിന്നും അറിവിൽ നിന്നും, ഞാൻ എഡ്യൂക്കേഷണലി എനിക്ക് ഡിഗ്രി കുറവാണ്, ഞാൻ പ്രീ ഡിഗ്രി പാസ്സായിട്ടില്ല. എന്നാൽ അതിന്റെ കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ ഐ യൂസ് ടു റീഡ് എ ലോട്ട് ഓഫ് ബുക്സ്. ഇന്നും ഞാൻ ഇതിനു വേണ്ടി ഇവിടെ ഇരിക്കുമ്പോൾ എത്രയെത്ര സൈക്കോളജിയുടെ സൈറ്റുകൾ സന്ദർശിച്ചു, ബിബ്ലിക്കലായിട്ടുള്ള സൈറ്റുകൾ സന്ദർശിച്ചു, എത്രയും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാമോ ഇതെല്ലാം കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. കാരണം എനിക്കറിയാം എന്നേക്കാൾ കൂടുതലായി ഈ വിഷയങ്ങളിൽ അറിവുള്ള അനേകരുണ്ട്. ഒരിക്കലും ഒരു ചിന്തകൻ, ഒരു സയന്റിസ്റ്റ്, ന്യൂട്ടൺ ആണോ സംബടി ഇങ്ങനെ പറഞ്ഞു, ഐ നോ നത്തിങ് എക്സെപ്റ്റ് ദ ഫാക്ട് ഓഫ് മൈ ഇഗ്നറൻസ്. എനിക്ക് ഒന്നേ അറിയാവൂ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. സോ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ചിന്തിക്കുകയാണ് അലക്സാണ്ടർ പാസ്റ്റർ വലിയ ബുദ്ധിമാനാണല്ലോ, വലിയ അറിവുള്ളവനാണല്ലോ എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ഞാൻ മറ്റുള്ളവരുടെ അറിവിൽ നിന്ന് കടമെടുത്ത് പഠിച്ച് പറയുവാനും ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷേ ഞാൻ മറ്റാരിൽ നിന്ന് അറിവെടുത്താലും ഞാൻ ബൈബിളുമായിട്ട് അത് താരതമ്യം ചെയ്യും. ബൈബിളുമായിട്ട് താരതമ്യം ചെയ്ത് ബൈബിളിന്റെ ഉപദേശത്തെ ഖണ്ഡിക്കുന്ന ഒരു ഫിലോസഫിയും ഞാൻ അംഗീകരിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷവുമുണ്ട്, കാരണം എനിക്ക് തെറ്റ് പറ്റില്ല. ഓക്കെ, ഈ ചോദ്യത്തില് ഇന്നത്തെ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഡ്രൈവ് ത്രൂ, വാട്ട് യു വാണ്ട് ഈസ് വാട്ട് യു ഗെറ്റ്. ആസ്ക്, നീ ചോദിക്കുന്നത് നിനക്ക് കിട്ടും. ഒരിക്കൽ ഒമർ ഖയ്യാം എന്ന് പറയുന്ന ഒരു സൂഫി കവി ഇങ്ങനെ പറഞ്ഞു, dead yesterday and unborn tomorrow, why you fret about them if today be sweet? മരിച്ചുപോയ ഇന്നലകളെ കുറിച്ചും വരുവാനിരിക്കുന്ന നാളുകളെ കുറിച്ചും why you fret if today be sweet? ഇന്നയെ മധുരമാക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ നാളെയെക്കുറിച്ച് വിചാരപ്പെടുന്നത് എന്തിനാ? നമ്മുടെ കൊച്ചു കേരളത്തിലെ ഒരു കവിയായിരുന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, വെള്ളം ചേർക്കാതെടുത്തോർ അമൃതിന് സമമാം നല്ലിളങ്കള്ള് ചെല്ലിൻകള്ള ഗ്ലാസിൽ പകർന്ന് രുചികരമാം മത്സ്യമാംസാദി കൂട്ടി ചെല്ലും ചോതിൽ തെളുത്തി ചിരികളി തമാശത്തും ഏളിപ്പതേക്കാൾ സ്വർലോകത്തിലും ലഭിപ്പതിൽ ഉപരി ഒരു സുഖം പോക വേദാന്തമെനി. എന്നാൽ ഒരു ഭക്തനായ ദൈവഭക്തൻ ഇങ്ങനെ പറഞ്ഞു, only one life, it will soon be past. Only what is done for Christ Jesus will last. So philosophies ഒത്തിരി മാറി വരും. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫിലോസഫി, ഒരു ചിന്ത ഇന്നത്തെ ജനറേഷനെ ശക്തിയോടെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഇപ്പോൾ മറ്റൊരു സിൻഡ്രോം ഉണ്ട്, വൺ മോർ ടൈം സിൻഡ്രോം. ലെറ്റ് മീ ഡു ഇറ്റ് വൺ മോർ ടൈം, നെക്സ്റ്റ് ടൈം, ടുമോറോ ഐ വിൽ സ്റ്റോപ്പ് ഇറ്റ്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ മറുപടി ഇതാണ്, യു എൻജോയ് യുവർ ലൈഫ് ടുഡേ, ഗുഡ്, ഗോ അഹെഡ്, എൻജോയ്. ബട്ട് 24 മണിക്കൂർ കഴിയുമ്പോൾ ദ നെക്സ്റ്റ് ഡേ ഈസ് ഗോയിങ് ടു ബി യുവർ ടുഡേ. മനസ്സിലാക്കണം, 24 മണിക്കൂർ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നാളെ നിന്റെ ഇന്നായി മാറുകയാണ്. അപ്പോൾ നിന്റെ ഇന്നയെ നീ വികൃതമാക്കിയാൽ നിന്റെ നാളെ ഇന്നായി മാറുമ്പോൾ യു വിൽ ബി ക്രൈങ്. അതുണ്ടാകാതിരിക്കണമെങ്കിൽ യു ഷുഡ് ഹാവ് എ ബ്രോഡ്, ഒരു ലോങ് ടേം പ്ലാനിങ് ജീവിതത്തെ കുറിച്ചുണ്ടായിരിക്കണം. ഇന്ന് ഇതൊക്കെ ചെയ്തിട്ട് ഇതുമൂലം നാളെ പരിതപിക്കേണ്ടി വന്നാൽ ആര് കൂടെ നിൽക്കും? അയ്യോ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞതിന്റെ കാര്യം ഇതാണ്. സോ ഓക്കെ,
വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് എൻജോയ് യുവർ ലൈഫ്. പ്രത്യേകിച്ച് നിങ്ങൾ പ്രോവർബ്സ് ഈ കല്യാണം കഴിഞ്ഞവർ പ്രത്യേകിച്ച് 5-ാം അധ്യായമൊക്കെ ഒന്ന് വായിക്കണം. എൻജോയ് ലൈഫ്. മാരിറ്റൽ ലൈഫിന്റെ മനോഹാരിത വേദപുസ്തകം നന്നായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ബട്ട് ദാറ്റ് ഷുഡ് നോട്ട് ബി ഷോർട്ട് ലിവ്ഡ്. ഇനി മറ്റൊരു കാര്യം അവിടെ പറഞ്ഞത്, ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടുന്നില്ല, അനുസരിക്കുന്നില്ല, എന്ത് ചെയ്യും? റെബലിയസ് ആണ്, അരോഗന്റ് ആണ്, അഡമന്റ് ആണ്, റെസ്പോൺസീവ് അല്ല, അനുസരിക്കുന്നില്ല, എന്ത് ചെയ്യും? അവിടെയാണ് പ്രാർത്ഥന, ഉപവാസം, സ്വഭാവ ശുദ്ധീകരണം. ഞാൻ ഒരു കാര്യം പറയാം, എക്സെപ്റ്റ് ഫോർ എ ഫ്യൂ നമ്പർ ഓഫ് വൈഫ്സ്, ഭർത്താവിന്റെ ഏതെങ്കിലും അംഗീകരിക്കാൻ ഒക്കാത്ത കുറവ് കൊണ്ടാണ് അവൾ എക്സ്പ്ലോഡ് ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ആ പാവം പിടിച്ച കൊച്ച് കല്യാണം കഴിക്കാൻ വന്ന അന്ന് രാത്രി തൊട്ട് ചിന്തിക്കുകയായിരുന്നു നിങ്ങളെ എങ്ങനെയെങ്കിലും അകത്താക്കണമെന്നല്ല. അവളുടെ ഒത്തിരി സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, അൺഫുൾഫിൽഡ് ഡ്രീംസ് ഉണ്ട്. ഒരു പക്ഷെ അവൾ ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവ് അല്ലായിരിക്കാം താങ്കൾ. മനഃപൂർവ്വമല്ല, സ്വഭാവം അങ്ങനെ, DNA അങ്ങനെ ആയിപ്പോയി, സിസ്റ്റം അങ്ങനെയാണ്, സോഫ്റ്റ്വെയർ അങ്ങനെയാണ് ഇൻപുട്ട് ആയിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ചെയ്യാം, ബൈബിളിൽ പോയി ദൈവസന്നിധിയിൽ പോയി നമ്മുടെ സോഫ്റ്റ്വെയറിനോടൊരു അപ്ഗ്രഡേഷൻ, അപ്ഡേറ്റ് യുവർ സോഫ്റ്റ്വെയർ അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗോഡ്. ഹോളി സ്പിരിറ്റിനാൽ ഒരു അപ്ഗ്രഡേഷൻ ഉണ്ടാകട്ടെ. ആൻഡ് പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. ഈ പ്രസംഗിക്കുന്ന ഞാൻ ഇന്ന് സമാധാനത്തോടെ ഇരിക്കുന്നതിന്റെ പിന്നിൽ ഒത്തിരി കണ്ണുനീരുണ്ട്. ഞാൻ വീണ് കിടന്ന് നിലവിളിച്ചിട്ടുണ്ട്, കർത്താവേ. നിങ്ങളോട് ഞാൻ എൻ്റെ അനുഭവം പങ്കുവയ്ക്കാം. ഞാനൊരു ബ്രഹ്മചാരിയായി ജീവിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. കഞ്ചാവും ഡ്രഗ്സും കഴിച്ച് രജനീഷിന്റെ ക്യാമ്പിലും പോയി താടിയും മുടിയും വളർത്തി സന്യാസിയായിട്ട് ജീവിച്ച, ഐ നെവർ വാണ്ടഡ് ടു ബി എ മാരീഡ് മാൻ. ഒരു ബ്രഹ്മചാരിയാകാൻ ആഗ്രഹിച്ചതാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി ഒരു തക്ക തുണയൊരുക്കുകയാണ്. എനിക്കൊന്നറിയാം, ദൈവഹിതത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് നന്മ. അങ്ങനെ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. എനിക്കൊരു ആലോചന വന്നു. ഇതെന്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. കല്യാണത്തിന്റെ തലേ രാത്രിയിൽ വീട്ടിൽ ഭയങ്കര ബഹളമാണ്, എൻജോയ്മെന്റ് ആണ്, എക്സൈറ്റ്മെന്റ് ആണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങി. ഏകദേശം 12-12:30 ആയ സമയത്ത് അല്പം അകലെയുള്ള ഒരു തുറസ് സ്ഥലത്തേക്ക് ഞാൻ പോയി. ഞാൻ ആ ഭൂമിയിൽ വീണ് കിടന്നു, മണ്ണിൽ വീണ് കിടന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അവളുടെ ജീവിതം നശിക്കാൻ ഇടയാകരുതേ. കാരണം എന്റെ ടെമ്പറമെന്റ്സ് എനിക്കറിയാമായിരുന്നു, എന്റെ സ്വഭാവത്തിന്റെ കുറവുകൾ എനിക്കറിയാമായിരുന്നു. ഞാൻ ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ വിവാഹം കഴിച്ച് ഈ പെൺകുട്ടിയുടെ ജീവിതം നശിക്കുവാൻ ഇടയാകരുതേ. ആൻഡ് ഗോഡ് ബ്രോട്ട് മീ സോ ഫാർ. ഇന്ന് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പറയുവാൻ കഴിയും, ത്രൂ മെനി ട്രയൽസ് ആൻഡ് ടെമ്പസ്റ്റ് ആൻഡ് വേവ്സ് ആൻഡ് സൈക്ലോൺസ് ഞാൻ വന്നു. പലപ്പോഴും എൻ്റെ കൗണ്ടർ പാർട്ട്, എൻ്റെ സ്പൗസിന്റെ കുറവ് കൊണ്ടല്ല. ഞാനൊരു ഇവാലുവേഷൻ നടത്തിയാൽ എൻ്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ 99% എൻ്റെ കുറവായിരുന്നു. ആ കുറവിനെ കണ്ടുണരുവാനും ദൈവസന്നിധിയിൽ ക്രമീകരണം പ്രാപിപ്പാനും പ്രാർത്ഥനയാൽ ദൈവശക്തി ഏറ്റെടുക്കുവാനും കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഇനി മറ്റൊന്ന്, ആ ചോദ്യത്തിന്റെ ഒരു ഭാഗം ഇതാണ്, സ്വർഗത്തിൽ പോകുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ ഇന്ന് സുഖമായിട്ട് ജീവിക്കുന്നതല്ലേ നന്നായിട്ടുള്ളത്? നമ്മുടെ നന്മകളൊന്നും ദൈവം മുടക്കുന്നില്ല, ഒരു നന്മയും ദൈവം മുടക്കുന്നില്ല. ഗോഡ് ഈസ് സച്ച് എ ബെനവലന്റ് ഗോഡ്. ആദാം ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ പോലും അവനെ പിടിച്ച് പെണ്ണ് കെട്ടിച്ച ദൈവമാണ്. കാരണം കുറെ കൂടെ അവൻ സന്തോഷിക്കട്ടെ. അപ്പോൾ ഒരിക്കലും വിചാരിക്കരുത് ദൈവവചനമോ ദൈവമോ നമ്മുടെ നന്മയോ സുഖത്തെയോ കെടുത്തുന്ന ദൈവമാണെന്നില്ല. ഇൻസ്റ്റഡ് ഗോഡ് വാണ്ട് യു ടു ഹാവ് മോർ ലാർജർ, മോർ ബെനവലന്റ്, മോർ ഗ്ലോറിയസ് ഫാമിലി ആൻഡ് എൻജോയ്മെന്റ്. ഞാൻ അവിടെ നിർത്തുകയാണ്. പിന്നെ മറ്റൊരു ചോദ്യം ഉള്ളത്, ഇൻ ഇന്ത്യ, അപ്പൊ ആദ്യത്തെ മറുപടി കഴിഞ്ഞിട്ടത്, ഇൻ ഇന്ത്യ generally a boy or a girl does not have the full right to choose his partner. Even in Hindus they have 6 months span of time for their engagement to the wedding, but in Pentecostal circles we do not have that choice. ഇത് ഇന്നത്തെ കാലത്ത് ഒരു വലിയൊരു ശാപമാണ്. നിങ്ങൾ വിചാരിക്കരുത് ഈ പെന്തക്കോസ്തുകാർ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന്. പെന്തക്കോസ്ത് ശരിയാണ്, വേദപുസ്തകം ശരിയാണ്, പക്ഷെ ഈ പെന്തക്കോസ്തുകാർ ചെയ്യുന്ന പല കാര്യങ്ങളും തെറ്റാണ്. അതിനെയൊന്നും പെന്തക്കോസ്തുകാർ അഡ്രസ്സും ചെയ്യത്തില്ല. അവര് ഇങ്ങനെ നിങ്ങളുടെ ഷർട്ടിന്റെ ബട്ടൺസിന്റെ കളറും ഷൂവിന്റെ വലിപ്പവും ഇതൊക്കെയാണ് അവരും നോക്കുന്നത്. ദേ മേജർ ഇൻ മൈനേഴ്സ്, മൈനറായിട്ടുള്ള കാര്യങ്ങളിൽ മേജർ ചെയ്യുന്ന ഒരു തലമുറയായിട്ട് പെന്തക്കോസ്തുകാർ വന്നിരിക്കുക. എന്നാൽ ഇത് ഇറ്റ്സ് എ വെരി റിയൽ തിങ്.
നമ്മൾ ഈ ലവ് മാര്യേജോ ഡേറ്റിങ്ങോ ഒന്നും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, അതിന്റെ ആവശ്യമില്ല. വേദപുസ്തകത്തിന്റെ പാറ്റേൺ അബ്രഹാം ഇസ്ഹാക്കിനൊരു ഒരു ഒരു പെൺകുട്ടിയെ അന്വേഷിച്ചപ്പോൾ എലിയാസറിനെ പറഞ്ഞയച്ചു. എലിയാസറിനെ ഫുൾ പവർ ഓഫ് അറ്റോണി കൊടുത്തു, റബേക്കയെ കണ്ടു, കൂട്ടിക്കൊണ്ടുവന്നു. ദാറ്റ് വാസ് ആൻ അറേഞ്ച്ഡ് മാരേജ്. എന്നാൽ ഇന്ന് പലപ്പോഴും ജോലി സ്ഥലത്ത് പരിചയപ്പെടുന്ന പെൺകുട്ടിയും ആൺകുട്ടിയും, ഒരുമിച്ച് പഠിച്ച പെൺകുട്ടി ആൺകുട്ടി, അല്ലെങ്കിൽ യാത്രയിൽ കണ്ടുമുട്ടിയ ഒരു വ്യക്തി, അവരുമായിട്ട് താല്പര്യമുണ്ടാകുന്നു, ദേ സ്റ്റാർട്ട് കമ്മ്യൂണിക്കേറ്റിംഗ്. എന്നാൽ ഞാൻ പറയാം, നിങ്ങൾ ഒരു വ്യക്തിയുമായിട്ട് പരിചയപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടം തോന്നിയാൽ നിങ്ങളുടെ പേരൻസിന്റെ കൺസെന്റ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തോടെ ആ വിവാഹം നടത്തുവാൻ നിങ്ങൾ 100% ശ്രമിച്ചിരിക്കണം. അപ്പോൾ ചോദിക്കും, സാറേ ഞാനൊരു ഹിന്ദു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചാൽ എന്റെ ബന്ധുക്കോസുകാരായ മാതാപിതാക്കൾ പറയുമല്ലോ. ദാറ്റ് ഈസ് യുവർ പ്രോബ്ലം. ഇഫ് യു വാണ്ട് ടു വയലേറ്റ് ദ ഗോഡ് ഗിവൺ ലോ, അവരുടെ അനുഗ്രഹം കരുതണ്ട. എന്നാൽ ഇന്ന് പല ബന്ധുക്കോസ് മാതാപിതാക്കളും ഇന്റർ കാസ്റ്റ്, ഇന്റർ റാഷ്യൽ മാരേജിന് പോലും കൺസെന്റ് കൊടുക്കാറുണ്ട്. കാരണം അവർക്കറിയാം, എതിർത്ത് കഴിഞ്ഞാൽ പിള്ളേര് കുടുംബത്തിൽ നിന്ന് വീണ്ടും അകലുകയാണ്, അവർ ശാപം കരസ്ഥമാക്കുകയാണ്. എന്നാൽ പേരൻസിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, പിള്ളേരെ ഒരു പാസ്പോർട്ടും വിസയും കൊണ്ടുള്ള കല്യാണം നമ്മൾ നടത്തരുത്. ഇന്ന് പല കുടുംബങ്ങളിലും നടക്കുന്നത്, പാസ്പോർട്ട് അമേരിക്കയിൽ നിന്ന് വന്നു, വിസ ഇന്ത്യയിൽ നിന്ന് വന്നു, കല്യാണം നടന്നു. ചെറുക്കൻ എവിടുന്നാണ്, പെണ്ണിന്റെ ഫാമിലി എന്താണ്, അവിടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ചെറുക്കന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇതൊന്നും അന്വേഷിക്കുന്നില്ല. അറിയാവുന്ന ദൈവദാസന്മാരുടെയോ സഭയുടെയോ റെക്കമെൻഡേഷൻ പല കല്യാണങ്ങൾ പോലും ലോക്കൽ സഭയെ അറിയിക്കാതെ നടത്തുക. കാരണം പേടി, ആരെങ്കിലും പാര വെച്ചാലോ. കല്യാണത്തിന്റെ തലയാഴ്ചയായിരിക്കുമോ എന്ന് അനൗൺസ് ചെയ്യുന്നത്. സോ ഈ ട്രെൻഡ് നമ്മൾ ഒഴിവാക്കണം. സമയമെടുക്കുന്നേ, ലോകം അവസാനിക്കാൻ പോകുന്നില്ല. നാളെ തന്നെ പിടിച്ച് കെട്ടിക്കണമെന്ന് നിർബന്ധം പിടിക്കരുത്. സോ ലെറ്റ് മീ കൺക്ലൂഡ് ദേർ. ദീസ് ആർ ഓൾ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ്. ഇതിനൊക്കെ നമ്മൾ പ്രായോഗികമായിട്ട് തന്നെ നേരിടേണ്ടത് ആവശ്യമാണ്. സോ നമുക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഞാൻ എൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈവൻ നാളെ ഒരു മീറ്റിംഗ് വെച്ചാലും സന്തോഷമേ ഉള്ളൂ. വി ക്യാൻ ഡിസ്കസ്. നമ്മുടെ ഇഷ്യൂസിനെ നമ്മൾ അഡ്രസ് ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ് വിൽ ഗോ അപ്പ്. ക്യാൻസറിനെ കുറിച്ച് പറയുന്ന എയർലി ഡിറ്റക്ഷൻ ഈസ് ദ ബെസ്റ്റ് സൊല്യൂഷൻ. ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ട് കതിരേൽ കൊണ്ട് വളം വിട്ടാൽ ഒരു പ്രയോജനവുമില്ല. ലെറ്റ് us address the fact. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ തലമുറകൾക്കും ഒക്കെ അനുഗ്രഹം ഉണ്ടാകുകയുള്ളൂ. ഇന്ന് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കുവാനും ഇതിൽ പോകുന്നതിന് മുന്നമായിട്ട് ഞാൻ ഒരു വേദഭാഗം വായിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം. വീണ്ടും ഞാൻ ചോദിക്കട്ടെ, എന്റെ ശബ്ദവും ഒക്കെ ഓക്കെ ആണല്ലോ? അല്പമൊക്കെ ക്വാളിറ്റി കുറഞ്ഞേക്കാം. ദാറ്റ്സ് ഓക്കെ. നിങ്ങൾ ശ്രദ്ധിക്കുക പ്രാർത്ഥനയോടെ. 2 ശമൂവേൽ 7-ാം അധ്യായത്തിൽ 18 മുതലുള്ള ചില വാക്യങ്ങൾ ഞാൻ പിക്ക് ചെയ്തിരിക്കുന്ന ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം. 2 സാമുവേൽ ചാപ്റ്റർ 7:18. അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞത് എന്തെന്നാൽ, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ, എന്റെ ഗ്രഹവും എന്തുള്ളൂ. 19-ാം വാക്യം, കർത്താവായ യഹോവേ, ഇതും പോരാ എന്ന് നിനക്ക് തോന്നിയിട്ട് വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയന്റെ ഗ്രഹത്തെക്കുറിച്ചും നീ അരുളി ചെയ്തിരിക്കുന്നു. കർത്താവായ യഹോവേ, ഇത് മനുഷ്യർക്ക് ഉപദേശമല്ലോ. 22-ാം വാക്യം, അതുകൊണ്ട് കർത്താവായ യഹോവേ, നീ വലിയവനാകുന്നു, നിന്നെ പോലെ ഒരുത്തനുമില്ല. ഞങ്ങൾ ചെവി കൊണ്ട് കേട്ടതൊക്കെയും ഓർത്താൽ നീ അല്ലാതെ ഒരു ദൈവവുമില്ല. അതിന്റെ 28-ാം വാക്യം, കർത്താവായ യഹോവേ, നീ തന്നെ ദൈവം, നിന്റെ വചനങ്ങൾ സത്യമാകുന്നു, അടിയന് ഈ നന്മയെ നീ വാഗ്ദാനം ചെയ്തുമിരിക്കുന്നു. ഇനി 29-ാം വാക്യം, ആകയാൽ അടിയന്റെ ഗ്രഹം തിരുമുമ്പിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ. കർത്താവായ യഹോവേ, നീ അങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ, നിന്റെ അനുഗ്രഹത്താൽ അടിയന്റെ ഗ്രഹം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃഥാധ്വാനിക്കുന്നു. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, സൊസൈറ്റി, കൾച്ചർ ഒത്തിരി ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ്. ഈ ലോകം ഇന്ന് ദുഷ്ടന്റെ അധീനതയിലായിരിക്കുന്നു. എന്നാൽ ഞങ്ങളെ ഈ ഭൂമിയിൽ നീ ആക്കി വെച്ചിരിക്കുന്നിടത്തോളം കാലം ഞങ്ങളെക്കുറിച്ചും ഞങ്ങളുടെ തലമുറകളെ കുറിച്ചും ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ചും
എന്തിന്? വരുവാനിരിക്കുന്ന ഞങ്ങളുടെ തലമുറകളെ കുറിച്ച് അവിടുത്തേക്ക് കരുതലുള്ളത് കൊണ്ട് സ്തോത്രം. ഇന്ന് അല്പസമയം ഞങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുന്ന വിഷയങ്ങളിൽ ദൈവനിയോഗവും ദൈവത്തിന്റെ ആലോചനയും നിറഞ്ഞു നിൽക്കണമേ. മാനുഷിക ശബ്ദങ്ങൾ ചിന്തകളെ വികലമാക്കുമ്പോൾ ദൈവശബ്ദം മനസ്സിനെ ഏകാഗ്രമാക്കുന്നതാകിയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു പൊന്നു പിതാവേ. ഇന്ന് സംബന്ധിക്കുന്ന ഓരോരുത്തരും എന്തിന്? ഞങ്ങളോട് കൂടെ ഇരുന്ന് കേൾക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും സന്തോഷമുണ്ടാകുവാൻ, സമാധാനമുണ്ടാകുവാൻ, ദൈവാശ്രയബോധം വർദ്ധിക്കുവാൻ, അവർ മോട്ടിവേറ്റഡ് ആകുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ ജിബുവിനെയും അബണ്ടന്റ് ലൈഫ് ചർച്ച് ഓഫ് ഗോഡിനെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ട് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. ആമേൻ, ആമേൻ. നമ്മൾ കേട്ട വേദഭാഗം എന്ന് പറയുന്നത് അത് ദാവീദിനോട് സർവശക്തനായ ദൈവം ചെയ്ത ഒരു വലിയൊരു വാഗ്ദത്തമുണ്ട്. നമുക്കറിയാം ദാവീദ് അത്ര നല്ല പുള്ളിയൊന്നും അല്ലായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന ഈ വേദപുസ്തകത്തിൽ ആരുടെയെങ്കിലും പേരുണ്ടെങ്കിൽ അവരെല്ലാം വലിയ ഹീറോസ് ആയിരുന്നു. അവർക്കെല്ലാം ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ചുരുക്കം 1-2 ഭക്തന്മാരുടെ ചരിത്രം ഒഴിച്ചാൽ ബാക്കി ആദാം തൊട്ട് നമ്മുടെ വലിയ വലിയ അപ്പൂപ്പൻ തൊട്ട് താഴോട്ട് നോക്കിയാൽ എല്ലാവർക്കും കുറച്ചൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. ചിലർക്ക് അല്പം കൂടുതലായിരുന്നു, ചിലർക്ക് അല്പം കുറവായിരുന്നു. എന്നാൽ ഈ കുറവുള്ള ആൾക്കാരെ നോക്കി ചിലരെ കുറിച്ചൊക്കെ ദൈവം പറയും, എനിക്ക് ആ കൊച്ചനെ ഇഷ്ടമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്റെ സാറുമാർക്ക് എന്നെ വലിയ കാര്യമായിരുന്നു. അവർ പറയാം, ആ ജോയുടെ മോന് മിടുക്കൻ എന്ന് പറയുമായിരുന്നു. മിടുക്കനായിട്ടല്ല, എന്തോ ചില നന്മയുണ്ടായിരുന്നു. അപ്പോ ദൈവം ഈ പാപികളായ മനുഷ്യരുടെ മധ്യത്തിൽ നോക്കിയിട്ട്, ഉദാഹരണം ദാവീദിനെ നോക്കി പറഞ്ഞു, ഹി ഈസ് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട് എന്ന് പറഞ്ഞാൽ എന്നെ പോലെ വിശുദ്ധനെന്നല്ല, എനിക്ക് ആ കൊച്ചനെ ഇഷ്ടമാണ്. അത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ദാവീദിന്റെ ജീവിതം പഠിച്ചാൽ അതിന്റെ കാരണവും മനസ്സിലാകും. ഏറ്റവും വലിയ കാര്യം, ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്ന സ്വഭാവം ഉണ്ടായി. അല്ലാതെ അത് ഞാൻ അങ്ങനെ ആയിട്ടാ, അവൾ അവിടെ നിന്ന് കുളിക്കാൻ പോയത് കൊണ്ടാണ് ഇത് എനിക്ക് പറ്റിയത് അല്ലല്ല. ഏതാ അവൾ അവിടെ വീട്ടിൽ കുളിച്ചു, നീ എന്തിനാ പരപ്പുറത്ത് കയറി നിന്നത്? അപ്പൊ അത് മനസ്സിലാക്കി ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഒരു സ്വഭാവം ദാവീദിനുണ്ടായിരുന്നു. ഓക്കെ, ഈ ദാവീദിനെ കുറിച്ച് ദൈവം ഒരു വാഗ്ദാനം കൊടുത്തു. തന്റെ പ്രവാചകനെ അയച്ച് പറഞ്ഞു, ഭയങ്കര അബണ്ടന്റ് വാഗ്ദത്തം കൊടുത്തു, നിന്റെ കുടുംബത്തെ ഞാൻ പണിയുമെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദാവീദ് അകത്ത് കയറി ദൈവസന്നിധിയിൽ ഇരുന്ന് നെഞ്ചുരുകി ദൈവത്തോടെ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തതാണ് നമ്മൾ കേട്ടത്. അപ്പോൾ നമുക്കറിയാം ദാവീദിന്റെ ജീവിതത്തിൽ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി ക്രൈസിസിൽ കൂടെ പോകേണ്ടി വന്നു. ക്രൈസിസ് ഇല്ലാത്ത ജീവിതമില്ല ദൈവമക്കളെ, വേദന ഇല്ലാത്ത ജീവിതമില്ല ദൈവമക്കളെ. നോ റോസസ് വിത്തൗട്ട് തോൺസ്. ചിലരൊക്കെ പറയും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ലെന്ന്. അത് തന്നെ ഒരു പ്രശ്നമാണ്. ഒരു റോബോട്ടിക് ലൈഫ് ആയിരിക്കും പലരും ചെയ്യുന്നത്. ഒരിക്കലൊരു അപ്പൻ പറഞ്ഞു, മോനെ ഞാൻ ഒരു ക്ലാസ്സിലും തോറ്റിട്ടില്ലടാ മണ്ട. അപ്പൊ മോൻ ചോദിച്ചു, അപ്പൻ മിടുക്കനാണല്ലോ, എങ്ങനെ സംഭവിച്ചു? അപ്പൻ പറഞ്ഞു, ഞാൻ നിന്റെ കൂട്ടല്ല, ഞാൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലെന്ന് പറഞ്ഞു. ഇതൊരു കഥയാ, ജസ്റ്റ് ഒരു തമാശ. ഞാൻ സ്കൂളിൽ പോയിട്ടില്ല, ഞാൻ പരീക്ഷ എഴുതിയിട്ടില്ല. പരീക്ഷ എഴുതാത്തവരെങ്ങനെ തോക്കും? എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, കുടുംബജീവിതമാണോ, പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, കൂടിയേക്കാം. എന്നാൽ ഇന്നലെ നമ്മൾ കേട്ടതുപോലെ ദാറ്റ് ഈസ് നോട്ട് ഇൻ മൈ വൊക്കാബുലറി. ആ ഒരു തീരുമാനം എടുക്കുന്നവരാണ് ജയം പ്രാപിക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ കാറ്റുകൾ അടിക്കുമ്പോൾ, ഓളമടിക്കുമ്പോൾ തകരുന്ന, ക്ഷീണിക്കുന്ന, ഭയപ്പെടുന്ന യേശുവിന്റെ ശിഷ്യന്മാരെ പോലെ പലരുമുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് കൂടുതലായ ദൈവകൃപ ആവശ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകളോ സെമിനാറുകളോ ടീച്ചിങ്ങോ ഒക്കെ അർത്ഥമാകുന്നത്. നമുക്ക് നോക്കാം, ഇന്ന് ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഫാമിലിയെ കുറിച്ചുള്ള ഡെഫിനിഷൻസ് ഒക്കെ മാറി വരികയാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്ന് നോക്കിയപ്പോൾ അറ്റ്ലീസ്റ്റ് 4-5-6 തരത്തിലുള്ള ഫാമിലീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ന്യൂക്ലിയർ ഫാമിലി ഇന്നത്തെ ഒരു ഉദാഹരണമാണ്. ന്യൂക്ലിയർ ഫാമിലി, അണുകുടുംബം. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റൻഡഡ് ഫാമിലി ആയിരുന്നു. വല്യപ്പൻ, വല്യമ്മ, അവരുടെ അമ്മച്ചി കട്ടിലേക്ക് കിടക്കുകയാണ്, 98 വയസ്സായി. പെണ്ണ് കല്യാണം കഴിച്ചു വരുമ്പോൾ 25 പേർക്ക് ശാപ്പാട് ഉണ്ടാക്കണം, 15 പിള്ളേരെ സ്കൂളിൽ അയക്കണം, പശുവിന് കാടി കൊടുക്കണം, കോഴിക്ക് തീറ്റി കൊടുക്കണം. എക്സ്റ്റൻഡഡ് ഫാമിലി ആയിരുന്നു.
വല്യപ്പൻ മോളെ എന്ന് വിളിക്കുമ്പോൾ അതങ്ങോട്ട് കഴിയുമ്പോൾ ഭർത്താവ് എടിയെന്ന് വിളിക്കും, പിള്ളേർ അമ്മയെന്ന് പറഞ്ഞ് വിളിക്കും. സോ എക്സ്റ്റെൻഡഡ് ഫാമിലിയുടെ കാലം ഇന്ന് കഴിഞ്ഞു. ഇന്ന് ഒരു ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന 1-2 ഇലക്ട്രോൺസ്. അപ്പൻ അമ്മ, ഹം ദോ ഹമാരേ ദോ, ഹം ദോ ഹമാരേ ദോ, നാം 2 നമുക്ക് 2. പിന്നൊരു ഇതുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സിംഗിൾ പേരന്റ് ഫാമിലി ഉണ്ട്. നമ്മുടെ നാട്ടിലോ ഒന്നും അങ്ങനെ അധികം ഇല്ലെങ്കിലും ഇന്ന് അമേരിക്കയിൽ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു, ഭാര്യ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തുന്നു, അല്ലെങ്കിൽ ഭർത്താവ് തന്നെ കുഞ്ഞുങ്ങളെ വളർത്തുന്നു, അതിന് സിംഗിൾ പേരന്റ് ഫാമിലി എന്ന് പറയാം. മറ്റേ ഒന്നുള്ളത് ചൈൽഡ്ലെസ് ഫാമിലി, പിള്ളേരില്ല, ആരെ അഡോപ്റ്റ് ചെയ്തില്ല, ഭർത്താവും ഭാര്യയും മാത്രം. പിന്നെ കുഞ്ഞുങ്ങളെ ഭർത്താവും അപ്പനും അമ്മയും മരിച്ചു, അല്ലെങ്കിൽ മറ്റു കാരണത്താൽ ഡിവോഴ്സ് ആയി കുഞ്ഞുങ്ങളെ വല്യപ്പനും വല്യമ്മയും കുഞ്ഞുങ്ങളെ നോക്കുന്ന ഫാമിലീസ് ഉണ്ട്. ഞാൻ പറഞ്ഞതിന്റെ സാരം ഇനിയും നോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഫാമിലീസ് ഉണ്ട്. ജസ്റ്റ് കോഹാബിറ്റേഷൻ, നമുക്ക് ഒരുമിച്ച് താമസിക്കാം, നോ ഒബ്ലിഗേഷൻ, നോ റിലേഷൻ. സോ ഇങ്ങനെയുള്ള ഡൈവേഴ്സ് സോഷ്യൽ ആൻഡ് ഫിലോസഫിക്കൽ ചിന്താഗതിയുടെ മധ്യത്തിലാണ് നമ്മൾ ദൈവമക്കൾ ജീവിക്കുന്നത്. ഇന്ന് കുവൈറ്റിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സാധാരണ കുടുംബമെന്ന് പറഞ്ഞാൽ കൂടുതലും അണുകുടുംബങ്ങളാണ്. അപ്പനും അമ്മയും 1, 2, 3 കുട്ടികൾ, 4 കുട്ടികളുള്ള പെന്തിക്കോസുകാർ വളരെ ചുരുക്കമാണ്. എന്നാൽ ചിലയിടങ്ങളിൽ അമ്മയുണ്ട്, വല്യപ്പനുണ്ട്, അല്ലെങ്കിൽ അമ്മായിയമ്മയുണ്ട്. ദാറ്റ്സ് ഓക്കെ. ബട്ട് സ്റ്റിൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് അണുകുടുംബങ്ങളാണ്. ഇനിയിപ്പോൾ നമുക്കറിയാം, നമുക്കൊരു കുഞ്ഞുണ്ടാകുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം സ്മാർട്ടാണ്. 2-3 വയസ്സ് വരെ മാതാപിതാക്കള് കുഞ്ഞ് കണ്ണിൽ ചവിട്ടിയാലും, നമ്മുടെ ചിറി കടിച്ചു മുറിച്ചാലും, നമ്മുടെ മടിയിൽ അപ്പിയിട്ടാലും, പീ ചെയ്താലും നമ്മുടെ കുഞ്ഞ് മിടുക്കൻ മിടുക്കി. എന്നാൽ ഒരു 4 വയസ്സൊക്കെ കഴിയുമ്പോൾ പിന്നെ നമ്മൾ വഴക്ക് പറയാൻ തുടങ്ങും. എന്താണ് നീ അങ്ങനെ ചെയ്ത്, എന്താണ് അങ്ങനെ ചെയ്തത്, എന്താ നീ കാപ്പി താഴെയിട്ടത്, എന്താ നീ നിന്റെ കളിപ്പാട്ടം സൂക്ഷിച്ചു വെക്കാത്തത്. അതിനുശേഷം ഒരു 7-8 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നീ കാപ്പി താഴെയിട്ടോ, അഹങ്കാരി, ഒരടി കൊടുക്കാൻ തുടങ്ങുന്നു. കരയുകയാണെങ്കിൽ എന്ത് പറ്റി, അടങ്ങിയിരിക്കുക, ആ ജോലി ചെയ്യ, ഈ ജോലി ചെയ്യ. ഇനി ഒരു ടീനേജിലേക്ക് വന്നു കഴിഞ്ഞാലോ, നിനക്ക് ഇച്ചിരി ഇളക്കം കൂടുതലാടാ, നീ എന്തോ സ്വപ്നം കണ്ടോണ്ടിരിക്കുക ആടി. ഇനി ഒരു 20 വയസ്സൊക്കെ കഴിഞ്ഞാലോ, ഗുരുത്വം വേണവിടാ, അപ്പനമ്മമാരെ കുറിച്ച് കരുതൽ വേണവിടാ, നിന്റെ പ്രായത്തിൽ ഉള്ള പിള്ളേർ ജോലി ചെയ്യാൻ തുടങ്ങി, നീ ഇങ്ങനെ തിന്നോണ്ട് നടന്നു, നീ ഇങ്ങനെ രാവിലെ പൊതിയും കെട്ടി പൊക്കോടാ. ഇനി ഒരു 30 വയസ്സ് കഴിഞ്ഞാലോ, പിള്ളേരെ വളർത്തി, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി. സോ ഇതൊരു പോക്കാണ്. ഇതിനുള്ളിൽ പ്രശ്നങ്ങളില്ലാതെ ഒരു ഐഡിയൽ ഫാമിലി എന്ന് പറയുന്നത് ചുരുക്കമാണ്. ഐഡിയൽ ഫാമിലി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കുടുംബത്തെ ഒരു തരം കൊണ്ടുപോകാൻ ഒക്കുള്ളൂ. പ്രത്യേകിച്ചും വിശ്വാസ കുടുംബങ്ങൾ. കാരണം എന്താണെന്നറിയാമോ, നമ്മുടെ കുടുംബത്തിൽ ഒരു വീഴ്ച പറ്റിയാൽ അനേകരുടെ ആത്മീയ ജീവിതം നശിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളോ, നമ്മുടെ ഭാര്യയോ, നമ്മുടെ ഭർത്താവോ മനസ്സങ്ങ് ക്ഷീണിച്ച് ഇനി ഇതൊന്നും എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയാൽ അവൻ നരകത്തിയിലേക്കാ പോകുന്നത്, അവൾ നരകത്തിയിലേക്കാ പോകുന്നത്. ആ കുഞ്ഞ് പിന്നെ രക്ഷയിലേക്ക് വരാൻ വളരെ ചാൻസ് കുറവാണ്. അതുകൊണ്ട് നമുക്കൊത്തിരി കൺസേൺ ഉണ്ട്. കർത്താവേ, എന്റെ കുഞ്ഞ് ഞാൻ നിമിത്തം അവന്റെ വിശ്വാസ ജീവിതം, അവന്റെ ദൈവാശ്രയം നശിക്കരുതേ, എന്റെ നിമിത്തം അവന്റെ ഭക്തി ഇല്ലാതെയാകരുതേ. അപ്പൊ അങ്ങനെ വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. മറ്റൊന്ന്, നമ്മുടെ കുടുംബത്തിൽ ഒരു ഒച്ചപ്പാട് ഉണ്ടാവുന്നത് കേട്ടാൽ അടുത്തുള്ളവർ പറയും, വലിയ കാര്യത്തെ ഇറങ്ങിയതാ, കുരിശെടുത്ത യേശുവിനെ അനുഗമിക്കുമെന്നും പറഞ്ഞ് വലിയ ബന്ധിക്കോസാന്നും പറഞ്ഞ് നടന്നതാ, ഇവനെല്ലാം കള്ളന്മാരാന്നേ, വെറുതെ പറയുകയല്ലേ. അപ്പോ നമുക്ക് നമ്മോട് തന്നെ ഒരു വലിയ ഒരു ബാധ്യതയുണ്ട്. നമ്മോടെന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളോട്, നമ്മുടെ രക്തത്തിനോട്. മറ്റൊന്ന് നമ്മുടെ സമൂഹത്തോട്. ഇവനെല്ലാം കള്ളന്മാരാ എന്നും പറഞ്ഞ് നാളെ അവർ വിശ്വാസത്തിൽ വരാതിരിക്കാൻ ഇടർച്ചകൾ വരുത്തുന്ന മനുഷ്യൻ അയ്യോ കഷ്ടം, അവന്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ താഴ്ത്തിക്കളയുന്ന അവന് നന്നായിരുന്നു. പിന്നെ 3, നമ്മുടെ കർത്താവിന്റെ നാമം ദുഷിക്കപ്പെടുക.
നമുക്ക് വേണ്ടി കാൽവറിയിൽ പിടഞ്ഞു മരിച്ച യേശു, നമുക്ക് വേണ്ടി ജീവരക്തം തന്ന യേശു, നമ്മുടെ ക്രിസ്തീയ ജീവിതം തകരുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുകയാണ്. പിശാചു അവന്റെ സൈന്യങ്ങളും കർത്താവിനെ പരിഹസിക്കും. അതുകൊണ്ട് ദൈവമക്കളാവുന്ന നമുക്ക് ഒത്തിരി ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ചിൽഡ്രൻ അല്ലെങ്കിൽ കിഡ്സ്, കുഞ്ഞുങ്ങൾ, തലമുറകൾ, ആ വിഷയത്തിൽ അല്പകാര്യങ്ങൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം. ഞാൻ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ഒരു പെർഫെക്ഷനിസ്റ്റ് ആയിരുന്നു എന്ന് വേണേൽ പറയാം. എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. ഒരു പക്ഷേ എന്റെ മിലിറ്ററി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാകാം അങ്ങനെ സംഭവിച്ചത്. ഒരു ലൂപ്പ് ഒരു ബട്ടൺ പോയി കിടന്നാൽ കമാൻഡർ വന്നിട്ട് പിടിക്കും. വാട്ട് ഈസ് ദിസ്? ബൂട്ടിൽ മുഖം റിഫ്ലക്ട് ചെയ്യണമെന്നാ പറയുന്നത്. പോളിഷ് അല്പം കുറഞ്ഞാൽ അവരുപയോഗിക്കുന്ന വാക്കുകളൊക്കെ വളരെ മോശമാണ്. ബ്ലഡി ഹെല്ല് ചേർക്കാതെ ഒരു വാക്ക് അവർ പറയത്തില്ല. സോ ഗ്രാജുവലി ഒരു പെർഫെക്ഷൻ ഉണ്ടല്ലോ, നല്ല കൃത്യമായിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്കുണ്ടായിരുന്നു. വിവാഹം കഴിച്ചു, കുഞ്ഞുങ്ങളായി, കൊച്ചു കൊച്ചു വിഷയം മതി. ബെല്ലടിച്ചു, കതവ് തുറക്കാൻ അര മിനിറ്റ് താമസിച്ചാൽ മതി, ഐ ഗെറ്റ് ഒഫൻഡഡ്. വീട്ടിൽ കയറി വരുമ്പോൾ 2 പേപ്പർ കഷ്ണം വെളിയിൽ കിടന്നാൽ മതി, ഐ ഗെറ്റ് ഒഫൻഡഡ്. സോ എന്റെ ഒരു കാര്യം നമ്മൾ മനസ്സിലൊന്നും വെക്കാൻ പാടില്ല. ഇന്നത്തെ ചില മണ്ടന്മാരും ബോധമില്ലാത്ത മനുഷ്യർ പറയുന്ന കാര്യമാണ്. അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞേക്കണം. ഇല്ല മോനെ, അങ്ങനെ പറയരുത്. ചിന്തിച്ചിട്ടേ പറയാവൂ. ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന ആളിന് എങ്ങനെ അത് അഫക്റ്റ് ചെയ്യുമെന്ന് അറിഞ്ഞിട്ടേ നമ്മൾ പറയാവൂ. പക്ഷേ nobody ever tells us. അപ്പോ അങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ ഭാര്യയെ, ഇതൊന്നും അവർക്കൊന്നും ഓർമ്മ കാണില്ല, ഞാൻ എന്തോ കാര്യത്തിന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്ന് എൻ്റെ മകൻ ഒരു 4-5 വയസ്സുണ്ട്. ഞാൻ അല്പം ദേഷ്യത്തിൽ എൻ്റെ ഭാര്യയോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്താ അങ്ങനെ, നീ ശ്രദ്ധിക്കാത്തത് കൊണ്ടാ? പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മകൻ ദൂരെ നിന്നുകൊണ്ട് എന്നെ വാച്ച് ചെയ്യുകയാണ്. മൈ സൺ വാസ് വാച്ചിങ് മീ ഫ്രം ദ കോർണർ ഓഫ് ദ റൂം. ഞാൻ പെട്ടെന്ന് അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവന്റെ മുഖത്ത് വെളിപ്പെടുന്ന ആ ഒരു നിസ്സഹായത, ഒരു ഫിയർ, ഒരു ടെറർ അവന്റെ കണ്ണിൽ നമുക്ക് see if you look into the eyes of the other person. ഞാൻ എപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരോട് പറയും, നിങ്ങൾ വഴക്കിട്ടോളൂ, പക്ഷേ നിന്റെ കൂട്ടാളിയുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് നീ വഴക്ക് പറയാവൂ. കാരണം അവരുടെ ഹൃദയത്തിന്റെ ആ കണ്ണാടിയാണ് ആ കണ്ണ്. നീ കണ്ണിൽ നോക്കിയാൽ അവിടെ ആ മനസ്സിന്റെ വേദന അവരുടെ കണ്ണിൽ കാണും, ആ ഹർട്ട് അവളുടെ കണ്ണിൽ കാണും. ഞാൻ എൻ്റെ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവന്റെ കണ്ണിൽ നിഴലിക്കുന്ന ആ വേദന, ആ ഭയം, ആ ദുഃഖം, ഹെൽപ്ലെസ്നെസ് ഞാൻ കണ്ടു. അന്ന് ഞാൻ തീരുമാനിച്ചു, ദൈവമേ, ഇനിയും എൻ്റെ കുഞ്ഞുങ്ങളുടെ മുന്നേ വെച്ച് എൻ്റെ ഭാര്യയെ ശകാരിക്കുവാനോ ദേഷ്യപ്പെടുവാനോ എല്ല് ചെയ്യുവാനോ ഷൗട്ട് ചെയ്യാനോ എനിക്കിടയാകരുത്. ഇറ്റ് ടുക്ക് ലോട്ട് ഓഫ് ടൈം. നമ്മൾ വിചാരിക്കരുത് സ്വഭാവ രൂപവൽക്കരണം എന്ന് പറയുന്നത് ഒരു ഓൺ ഓഫ് സ്വിച്ച് ആണെന്ന് കരുതരുത്. നോ, ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം. യു വിൽ ഡു ലോട്ട് ഓഫ് മിസ്റ്റേക്സ്. വേണമെങ്കിൽ ഭാര്യ തന്നെ ഒരു അച്ഛൻ എപ്പോഴും സോറി പറയും, പിന്നെ അത് തന്നെ ചെയ്യും. ബി പ്രൗഡ് ഓഫ് ദാറ്റ്. സോറി പറയുന്നുണ്ടല്ലോ, അതാണ് നിന്റെ ആഢ്യത്വം. ഒരു തെറ്റ് സംഭവിച്ചു കഴിയുമ്പോൾ സോറി മോളെ, എടാ ക്ഷമിക്കടാ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നിനക്കുണ്ടെങ്കിൽ, ഒരു കൊളീഗിനോട് ഒരു വഴക്കുണ്ടായി, എടോ ചന്ദ്ര ഐ എം സോറിഡാ എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ യു വിൽ ഓൾവേസ് വിൻ. കാരണം അത് നിന്റെ ഹൃദയത്തിൽ തിങ്ങി വരുന്ന ഒരു വികാരമാണ്, ടു ബി സോറി. അപ്പോ നമ്മുടെ കുടുംബ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, അണുകുടുംബങ്ങളാണ്. കോവിഡിന്റെ കോട്ടയിൽ ഇപ്പം നമ്മൾ കുടുങ്ങിയിരിക്കുകയാണ്. വീടിന് വെളിയിലേക്ക് പോകാൻ പോലും ഒക്കില്ല. കുഞ്ഞുങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കിളികളാണ്. അവരെ കൂട്ടിനകത്ത് അടച്ചു കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ ഒക്കത്തില്ല. നമ്മൾ പ്രായമുള്ളവരായതുകൊണ്ട് വി വിൽ അഡ്ജസ്റ്റ്. നമ്മൾ ആ തലേവിധിയാണെന്ന് പറഞ്ഞ് അറിഞ്ഞിരിക്കും. പക്ഷെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫ്രീഡം വേണം. അവർ കിളികളാണ്. അവരെ കൂട്ടിനുള്ളിൽ അടച്ചു കഴിയുമ്പോൾ അവർ ഫ്രസ്ട്രേറ്റഡ് ആകും, അജിറ്റേറ്റഡ് ആകും, റെബലിയസ് ആകും. ഇങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടണമെന്ന് തോന്നുന്നു. അറ്റൻഷൻ കിട്ടുന്നില്ല, ഒരു എൻജോയ്മെന്റ് ഇല്ല. വെളിയിൽ പോയിരുന്നെങ്കിൽ കൂട്ടുകാരുടെ കൂടെ ഇരുന്നൊന്നുമില്ലേ ഒരു സിനിമയെങ്കിലും കാണാമായിരുന്നു വീഡിയോയില്.
വെളിയിൽ പോയിരുന്നെങ്കിൽ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്കൊരു ഷവർമ കഴിക്കാമായിരുന്നു. വെളിയിൽ പോയിരുന്നുണ്ടെങ്കിൽ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് ഇച്ചിരി കളിതമാശൊക്കെ പറയാമായിരുന്നു. വെളിയിൽ പോയിരുന്നെങ്കിൽ ഒന്ന് ഓടി നടക്കാമായിരുന്നു. പെരയ്ക്കകത്തിരുന്ന് 1 റൂം കിച്ചൺ അക്കോമഡേഷനിൽ, അതും ഷെയറിങ്ങിലൂടെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾ എന്നാ ചെയ്യുക? അവർക്ക് വീർപ്പ് മുട്ടും. ഈ സമയത്ത് അവരുടെ ഫ്രസ്ട്രേഷൻ അവരെന്തെങ്കിലും വെളിപ്പെടുത്തും. ഇത് കണ്ട് മാതാപിതാക്കൾക്ക് ഭ്രാന്ത് പിടിച്ചാൽ പിന്നെ രക്ഷയില്ല. അതുകൊണ്ട് അണ്ടർസ്റ്റാൻഡിങ് മ്യൂച്വലി ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇന്നത്തെ കുഞ്ഞുങ്ങൾ നമ്മൾ ജീവിച്ച കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങളല്ല ഇന്ന്. നമ്മൾ പറഞ്ഞ വൊക്കാബുലറികളല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന്. നമുക്ക് ലഭിച്ച സ്നേഹം ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നില്ല. നമ്മൾ ജീവിച്ച ഈസി ഗോയിങ് സാഹചര്യമല്ല നമ്മുടെ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക്. എന്തിനാ? നമ്മുടെ കുഞ്ഞുങ്ങൾ കൊണ്ടുപോകുന്ന സ്കൂൾ ബാഗ് കണ്ടാൽ അറിയാം എന്ത് ഭാരമാ അവർ ചുമന്നു കൊണ്ടുപോകുന്നത്. സോ ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ ഒത്തിരി കൺസേൺ ഉള്ളവരാകണം. അൺലെസ് വി നോ വാട്ട് ഈസ് ദ റീസൺ, നമ്മൾ അവരോട് സ്നേഹിക്കാൻ ഒക്കത്തില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു എക്സ്ട്രാ ഒരു അല്പം ബിയോണ്ട് കോണ്ടെക്സ്റ്റ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഒരു മെന്റൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ, ഒരു സൈക്യാട്രിസ്റ്റ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന് അയാളെ തുപ്പാൻ തുടങ്ങാതിരിക്കട്ടെ, തുപ്പുക. ഈ ഡോക്ടർക്ക് ദേഷ്യം വന്നാലത്തെ സ്ഥിതി എന്താ? പക്ഷേ ഇവൻ ഒരു മെന്റൽ പേഷ്യന്റ് ആണെന്ന് കരുതി ആ ഡോക്ടർ അവനെ കാണുമ്പോൾ ആ ഡോക്ടറുടെ ദേഷ്യത്തിന്റെ സ്ഥാനത്ത് സഹാനുഭൂതിയും കരുണയും കരുതലും ഉയർന്നു വരും. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യണം. ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, മോളുകുഞ്ഞാകട്ടെ, മോനാകട്ടെ, ആരുമാകട്ടെ, എന്തെങ്കിലും നമ്മളോട് പറയുകയോ നമുക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യുകയോ ചെയ്യുമ്പോൾ അവനെന്തോ പ്രോബ്ലം ഉണ്ട്, അവക്കെന്തോ വിഷയമുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മൾ വിജയിക്കും. നമ്മൾ വിജയിക്കും എന്ന് പറഞ്ഞാൽ ഞാനോ നിങ്ങളോ ഇൻഡിവിജ്വലിന്റെ വിജയമല്ല, ആസ് എ യൂണിറ്റ് വി വിൽ വിൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു വ്യക്തിയുടെ ഒരു ഫാമിലിയിൽ അപ്പൻ ജയിച്ചു, അമ്മ ജയിച്ചു, ഭാര്യ ജയിച്ചു, ഭർത്താവ് ജയിച്ചു എന്ന് പറഞ്ഞാൽ യു അട്ടർലി ഫെയിൽ. ഇവിടെ ഒരു കുടുംബത്തിൽ ഇൻഡിവിജ്വലിന് സ്ഥാനമില്ല. ഇറ്റ്സ് എ ടീം. ഐദർ ദ ടീം വിൻസ് ഓർ ദ ടീം ലൂസ്. തണ്ടുൽക്കർ മാത്രം ജയിച്ചൊരു ക്രിക്കറ്റ് ജയിച്ചു വന്നിട്ടില്ല. ധോണി മാത്രം ജയിച്ചൊരു ടീം വന്നിട്ടില്ല. ഇറ്റ്സ് എ ടീം വർക്ക്. ഇന്ത്യൻ ടീം വിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ തോൽക്കുന്നു. അതുപോലെയാണ് ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ച, ഞാൻ പറയട്ടെ, സമൂഹമാകട്ടെ, സഭയാകട്ടെ, ഇതിനേക്കാൾ ഒക്കെയും മുമ്പിൽ ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്ത യൂണിറ്റ് ആണ് ഫാമിലി. ഈ ഫാമിലി യൂണിറ്റ് തകർന്നാൽ സമൂഹം തകരും, ദേശം തകരും. സോ ഫാമിലി ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് എ ഹെൽത്തി സൊസൈറ്റി ഓർ എ ഹെൽത്തി നേഷൻ. അപ്പൊ നമുക്ക് നോക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളോട് സഹാനുഭൂതി ഉണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ അവർ കടന്നു പോകുന്ന വിഷയങ്ങളെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ഇത് ശ്രദ്ധിക്കണം. ഒരിക്കലും നിങ്ങൾ കരുതരുത് പപ്പായിക്കും മമ്മിക്കും ഒന്നും ഞങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങൾ അറിയത്തില്ല എന്ന് ചിന്തിക്കരുത്. ഒരുപക്ഷെ ചില മാതാപിതാക്കൾ ഒത്തിരി എഡ്യൂക്കേറ്റഡ് ആകണമെന്നില്ല, അവർക്ക് സൈക്കോളജിയുടെ സ്പെല്ലിംഗ് ഒന്നും അറിയത്തില്ല, അവർ വളർന്ന സാഹചര്യം ഇരിയടാ ഓടാ വാടാ ഇതൊക്കെ ആയിരുന്നിരിക്കാം. അതുകൊണ്ട് അവർക്ക് ആ രീതിയിൽ പ്രതികരിക്കാൻ ഒക്കില്ല. അതിന്റെ അർത്ഥം അവർക്ക് സ്നേഹമില്ലെന്നല്ല. നിങ്ങൾക്ക് വേണ്ടി അതിരാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ടിഫിൻ തയ്യാറാക്കി വെക്കും, നിങ്ങളെ കൊണ്ട് ആശുപത്രിയിൽ പോകും, നിങ്ങൾക്ക് അസുഖം വരുമ്പോ ഇരുന്ന് പ്രാർത്ഥിക്കും, കരയും, നിങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കും. എന്തിനാ പറയുന്നേ? അദ്ദേഹം ഒരു ഐസ്ക്രീം തിന്നിട്ട് നാളുകളായി കാണും, പക്ഷെ നിങ്ങൾക്ക് വാങ്ങിത്തരും. അപ്പൊ നിങ്ങളെ സ്നേഹിക്കുന്ന ആളാണ് നിന്റെ അപ്പനും അമ്മയും. ഒരു പക്ഷെ അവർ ഒത്തിരി സ്മാർട്ട് ആണെന്ന് വരില്ല. നമുക്ക് അതുകൊണ്ട് നോക്കാം നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച്. ഒന്ന്, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ജീവിക്കുന്നത് ഒരു ആന്റി ക്രിസ്ത്യൻ കൾച്ചറിലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം.
നമ്മൾ ഒരു ദിവസം 15-20 മിനിറ്റ് ഒരു പാട്ടും പാടി ഒരു വാക്യവും വായിച്ച് ചർച്ചിൽ പോയി അവിടെ ഇച്ചിരിയൊക്കെ ആരാധിച്ചൊക്കെ പോന്നു. പക്ഷേ ഈ കുഞ്ഞുങ്ങള് 95% ചെലവിടുന്നത്, അതായത് മീനിങ് ചെലവിടുന്നത് വെളിയില. ക്രിസ്തുവിനോ ക്രൈസ്തവ മൂല്യങ്ങൾക്കോ വില കൽപ്പിക്കാത്ത ഒരു കൾച്ചറിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. അപ്പോ ഈ ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് ഇതുണ്ടാകും. ഇവിടെ ആ ഔട്ട്സൈഡ് കൾച്ചറിനെ നമുക്ക് ജയിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ക്വാളിറ്റി ടൈം കൊടുത്ത് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, അവർക്ക് മനസ്സിലാകത്തക്കവണ്ണം, മനസ്സിലാകുക മാത്രം പോരാ, അക്സെപ്റ്റബിൾ ആകുന്ന രീതിയിൽ ദൈവിക മൂല്യങ്ങൾ അവർക്ക് കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ഫെയിൽ ആവുക. പക്ഷേ മറ്റിടത്തോ അടിച്ചേൽപ്പിക്കുക. ഫിലോസഫീസ്, ഞാൻ മുമ്പേ പറഞ്ഞ ഓരോ വിഷയങ്ങൾ അടിച്ചേൽപ്പിക്കുക. എഥീസം, നിരീശ്വരത്വം, ഓൾ ഇൻക്ലൂസീവ്നെസ്, എല്ലാം ഒന്നുപോലെയാ. നോ ഹെവൻ, നോ ഗാഡ്, കോഹാബിറ്റേഷൻ, ഹോമോസെക്ഷുവാലിറ്റി, LGBTQ, whatever, ലെസ്ബിയൻ തോട്ട്സ്, ഇതെല്ലാം ഇന്ന് അവരിറങ്ങിപ്പോകുന്ന കൾച്ചറിൽ പെർമിസിബിൾ ആണ്. മാത്രമല്ല പ്രൊമോട്ട് കൂടെ ചെയ്യുകയാണ്. അപ്പൊ ഇതിന്റെ മധ്യത്തിൽ മാതാപിതാക്കൾക്കും വെളിയിൽ സഭയ്ക്കും ഒക്കെ വലിയ ഉത്തരവാദിത്വമുണ്ട്. അതിൽ നമ്മൾ ഫെയിലായി കഴിഞ്ഞിട്ട് പിള്ളേരെ കുറ്റം പറഞ്ഞാൽ അതിനകത്ത് വലിയ കാര്യമില്ല. വി ഡോണ്ട് ഗെയിൻ എനിത്തിങ്. ഇംഗ്ലീഷ് ഒരു ചൊല്ലുണ്ട്, നത്തിങ് ഈസ് ഗെയിൻഡ് ബൈ വിന്നിങ് ആൻ ആർഗ്യുമെന്റ് ആൻഡ് ലൂസിങ് എ ഫ്രണ്ട്. പിള്ളേരെ 2 അടിയും കൊടുത്ത് അടങ്ങിയിരിക്കാൻ പറഞ്ഞു. അടങ്ങിയിരുത്തുന്നതുകൊണ്ടല്ല, ഈസ് ഹി കൺവിൻസ്ഡ്. അപ്പോ ഒന്ന്, വി ആർ ലിവിങ് ഇൻ എ വെരി ആന്റി ക്രിസ്ത്യൻ കൾച്ചർ. രണ്ടാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സെക്ഷുവൽ പ്യൂരിറ്റി ഇല്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാനത് എടുത്ത് ഫ്രണ്ടിൽ കൊണ്ടുവരാൻ കാരണം, ഇന്നത്തെ തലമുറ എന്ന് പറയുന്ന ഒരു സെക്സ് സാച്ചുറേറ്റഡ് സൊസൈറ്റിയാണ്. ഇന്നത്തെ ഫിലിം ആക്ട്രസസ്, ഇന്നത്തെ ഫാഷൻ പരേഡുകൾ നിങ്ങൾ നോക്കിക്കേ. ആണുങ്ങളുടെ ഒരു പുരുഷൻ നടന്നു പോകുന്നത് കണ്ടാൽ അവൻ ധരിക്കുന്ന വസ്ത്രത്തിന്റെ ക്വാണ്ടിറ്റി, ഒരു സ്ത്രീ നടന്നു പോകുമ്പോൾ അവൾ ധരിക്കുന്ന വസ്ത്രത്തിന്റെ ആ വലിപ്പവും നോക്കിയാൽ, വുമൻ എക്സ്പോസ് ദംസെൽസ്, ഒരു ഓബ്ജക്റ്റ് ആയി കാണിക്കുന്ന ഒരു തലത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈവൻ ഗെയിംസിൽ പോലും. അപ്പോൾ ഒരു സെക്സ് സാച്ചുറേറ്റഡ് സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതാരും ഡിനേ ചെയ്യരുത്. ഒരു ഓസ്ട്രിച്ച് സിൻഡ്രോമിലേക്ക് പോകരുത്. എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, ഇതൊക്കെ അങ്ങനെ കിടക്കും. ഇന്നത്തെ സമൂഹത്തിൽ റേപ്പ്, ഇൻസെസ്റ്റ്, അതുപോലെയുള്ള വഷളത്വം പെരുകുന്നതിന്റെ മെയിൻ റീസൺ ദ സൊസൈറ്റി ഈസ് പ്രൊമോട്ടിങ് ഇറ്റ്. അത് മനസ്സിലാക്കിയിട്ട് അതിനെ ഒന്ന് തടയിടുവാൻ ശ്രമിക്കാത്ത ഒരു ലീഡർഷിപ്പാണ് ഇന്ന് സമൂഹത്തിൽ. ഇതിനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ രണ്ടാമതായിട്ട് പറയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾ ചോദിക്കും, എന്താ മമ്മി ഞാൻ ആ ബ്ലൗസ് ഇട്ടുള്ള കുഴപ്പം, ആ സ്കർട്ട് ഇട്ടുള്ള കുഴപ്പം എന്നാ, ഞാൻ ആ മേക്കപ്പ് ചെയ്താലുള്ള കുഴപ്പം എന്നാ, ഞാൻ മുടി അങ്ങനെ കത്തിരിച്ചാലുള്ള കുഴപ്പം എന്നാ. സോ ഓൾ ആർ ഡൂയിങ് ഇറ്റ്. എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ ക്രിസ്തീയ മൂല്യങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാതെ നോ പറയുമ്പോൾ there is going to be confusion. അത് മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ഈ ഇന്റർനെറ്റ്, സ്മാർട്ട് ഫോൺസ്, ഇതൊക്കെ ഒരു ആഡിക്ഷൻ ആയിട്ട് വന്നിരിക്കുക. ഒരു 4-5 മണിക്കൂറുകളൊക്കെ ഇന്റർനെറ്റിൽ ചെലവിടുന്നത് ആവറേജ് ആണെന്നാ പറയുന്നത്. ഇറ്റ്സ് എ നോർമൽ ഇന്റർനെറ്റ് അഡിക്ഷൻ. ഫോൾസ് ഐഡന്റിറ്റി ഉള്ള ആളുകളുമായിട്ട് ഇടപെടുന്നു. സജസ്റ്റീവ് ആയിട്ടുള്ള മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നു. പുരുഷന്മാർ സ്ത്രീകളുടെ അഡ്രസ്
രജിസ്റ്റർ ചെയ്ത് പെൺകുട്ടികളോട് സംസാരിക്കുന്നു. 10ാം ക്ലാസ് ആകാത്തവൻ IAS കാരനാണെന്നും പറഞ്ഞ് പെൺകുട്ടികളെ വശീകരിക്കുന്നു. ഒരു പെൺകുട്ടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ മറ്റൊരാൾ അവളെ വിളിക്കുന്നു, മോളെ, കുഞ്ഞ്, ചക്കരെ, ഹണി. സോ ഇതിന്റെ മധ്യത്തിൽ മാതാപിതാക്കൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇന്റർനെറ്റ് ഓഫ് ചെയ്യുന്നതല്ല അതിന്റെ മറുപടി. അണ്ടർസ്റ്റാൻഡിങ് അവർ ചിൽഡ്രൻ. ഇനി മറ്റൊന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കുടുംബത്തിലുള്ള, അതിന് ഞാൻ ഈ ടോക്സിക് ഫാമിലി എന്ന് പറയും. ടോക്സിക് ഫാമിലി, ടോക്സിക്, ഈ വിഷലിപ്തമായ അന്തരീക്ഷമാണ് ചില കുടുംബങ്ങളിൽ. പിള്ളേർ തലയ്ക്ക് കൈവച്ചിരുന്നത്, അയ്യോ ഈ നാശം പിടിച്ച വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയാൽ മതി. കാരണം അപ്പനും അമ്മയും കൂടെ ഒരിക്കലും ഒരു ചേർച്ചയില്ല. ഒന്നിൽ തള്ള അപ്പനെ ചീത്ത വിളിക്കും, അല്ലെങ്കിൽ അപ്പൻ അമ്മയെ ചീത്ത വിളിച്ചോണ്ടിരിക്കും, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പിള്ളേരെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ സഭക്കാരെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു സമാധാനമുള്ള അന്തരീക്ഷമില്ലാത്ത, സ്നേഹമില്ലാത്ത കുടുംബങ്ങൾ. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, എന്റെ പാസ്റ്ററെ ജോലിയും കഴിഞ്ഞു വന്ന അങ്ങനെ ഒരു നല്ല വാക്ക് പറയത്തില്ല. നല്ല സാരി ഇട്ടുകൊണ്ട് പോയാൽ ചോദിക്കും, ആരെ കാണിക്കാനാടി? ഒരു പെർഫ്യൂം അടിച്ചോണ്ട് പോയാൽ ചോദിക്കും, ഇന്ന് എന്തുവാ ഒരുങ്ങി പോകുന്നത്? ചാർജ് കൊടുക്കാൻ 5 മിനിറ്റ് താമസിച്ച് വീട്ടിൽ വരുന്നുള്ളൂ, എവിടെ ആയിരുന്നടി, ആരുടെ കൂടെ ആയിരുന്നടി? ഒരു കൊളീഗ് ഒന്ന് ഡ്രോപ്പ് ചെയ്താൽ അവന്റെ കാറിൽ എന്തിനാ നീ കയറിയത്? ഇങ്ങേരൊട്ട് വരച്ചുമില്ല, എന്റെ പാസ്റ്ററെ മടുത്തു. തിരിച്ച് ഭർത്താവ് പറയും, എന്റെ പാസ്റ്ററെ അവളെ എന്നെ കാണിക്കാൻ ഇതുവരെ ഞാൻ ഇന്ന സാരി ഉടുക്കാൻ പറഞ്ഞ അവൾ ഉടുക്കത്തില്ല. അവള് വെളിയിൽ പോകുമ്പോ ഏറ്റവും ബെസ്റ്റ് സാരി ഉടുക്കും. എന്റെ കൂടെ 5 മിനിറ്റ് അടി ഒന്ന് കറങ്ങിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവള് വരത്തില്ല. എന്നെ നോക്കി ഒന്ന് ചിരിക്കത്തില്ല. അവിടെ കൂട്ടുകാരെ കാണുന്ന പറഞ്ഞാൽ അവള് കൊളിനോസ് പുഞ്ചിരിയ. അവള് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അവിടെ ശരീരം മുഴുവൻ അവള് കാണിച്ചോണ്ടാ പോകുന്നത്. പക്ഷേ ബെഡ്റൂമിൽ PPE ധരിച്ചോണ്ടേ കിടക്കുള്ളൂ. ഫ്രസ്ട്രേറ്റഡ് ആയെന്ന് പറഞ്ഞുകൊണ്ട് അത് ഉത്തരമാകുന്നില്ല. പ്രിയ ദൈവമക്കളെ, it is my observation. Toxic families can be destructive. നിങ്ങൾ എങ്ങനെങ്കിലും നീന്തി അക്കരെ കയറും, പക്ഷെ നിങ്ങളുടെ പിള്ളേർ ഈ വെള്ളത്തിൽ താഴും. അപ്പോ നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും ഇങ്ങനെയുള്ള ടോക്സിക് അറ്റ്മോസ്ഫിയറിലാണ് വളരുന്നത്. ഭർത്താവിനെ എപ്പോഴും ടോണ്ട് ചെയ്യുന്ന ഭാര്യ, ഭാര്യയോട് സ്നേഹത്തോടെ വർത്താനം പറയാത്ത ഭർത്താവ്, ഒരു അപ്രീസിയേഷൻ ഇല്ലാത്ത അന്തരീക്ഷം, സ്നേഹത്തോടെ ഒരുമിച്ച് ആഹാരം കഴിക്കാത്ത കുടുംബം, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാത്ത കുടുംബം, ഒന്ന് പരസ്പരം നോക്കി പുഞ്ചിരിക്കാത്ത കുടുംബം, ഭാര്യയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാത്ത, കുഞ്ഞുങ്ങളുടെ മുന്നേ വെച്ചൊന്ന് തലോടാത്ത ഭർത്താവ്, ഭർത്താവിനെ സ്നേഹത്തോടൊന്ന് വിളിക്കാത്ത ഭാര്യ. That creates a toxic atmosphere. വിഷമാണ്, വിഷം നിറയുകയാണ്. ഇതിന്റെ ഇഫക്റ്റ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാകും. അവരിതിൽ നിന്ന് മാറി വേറെ സുഖം തേടും. അവർക്ക് സമാധാനം വേണം, അവർക്ക് സ്വസ്ഥത വേണം. അപ്പോ ടോക്സിക് അറ്റ്മോസ്ഫിയർ ഇൻ ദ ഫാമിലി, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, വേമ്പുഡ്, കാഞ്ഞിരം പോലെയുള്ള കയ്പായിരിക്കും ഇവിടെ, കയ്പ്. പിന്നെ മറ്റൊന്ന് ഞാൻ പറയുന്നത്, ആബ്സെൻസ് ഓഫ് ദ ഫാദർ ഫിഗർ ഇൻ ദ ഫാമിലി. പലപ്പോഴും ഞാൻ അതിന്റെ ഉത്തരവാദിത്വം ആണുങ്ങൾക്ക് തന്നെയാ കൊടുക്കാറ്. ഒരു ഫാദർ ഫിഗറായി നിൽക്കാൻ നട്ടലുണ്ടാകണം. ഭാര്യയെ തല്ലി ഫാദർ ഫിഗർ ഉണ്ടാക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അണ്ടർസ്റ്റാൻഡ് യുവർ വൈഫ്സ് ഇഷ്യൂസ്. വാട്ട് ഈസ് ഹെർ പ്രോബ്ലം ആക്ച്വലി? വാട്ട് ഈസ് ഹെർ ഡിമാൻഡ് ആക്ച്വലി? വാട്ട് ഈസ് ഹെർ എക്സ്പെക്ടേഷൻ ആക്ച്വലി? റിയലൈസ് ദാറ്റ് ആൻഡ് ദെൻ amend. Be the leader, be the head, not the boss. ഇന്ന് പല ഭർത്താക്കന്മാരും വീട്ടിൽ ബോസാണ്, ബട്ട് ദേ ആർ നോട്ട് ദ ഹെഡ്. അപ്പോ ഫാദർ ഫിഗർ ഇല്ലാതെ വരുമ്പോൾ മോട്ടിവേഷൻ കിട്ടാതെ വരും, പോളറൈസേഷൻ ഉണ്ടാകും. അമ്മയുടെ പക്ഷം ചേരും, അപ്പന്റെ പക്ഷം ചേരും. അങ്ങനെ ചേരാൻ പലപ്പോഴും കാരണം അപ്പനെ തെറി വിളിക്കുന്ന അമ്മ, അമ്മയെ തെറി വിളിക്കുന്ന അപ്പൻ,
അമ്മയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന അപ്പൻ, അപ്പനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന അമ്മ, നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം, നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം. സോ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന മറ്റൊരു ടെൻഷനാണത്. അപ്പോ ഇങ്ങനെയുള്ള വിഷയങ്ങളുടെ മധ്യത്തിൽ മറ്റൊന്ന്, ഒത്തിരി എക്സ്പെക്ടേഷനാണ് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളില്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിൽ എനിക്കൊരു ഐ വാസ് ദ ടോപ്പർ, നല്ലൊരു ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു, 68 or something%. പക്ഷെ ഇന്ന് 95% വന്നാലും പേരൻസിന് തൃപ്തിയില്ല. ഇന്ന് 100 വന്നാലും തൃപ്തിയില്ലെന്നേ. കാരണം 100 മേടിച്ച 10 പേരുണ്ട്, നീ മാത്രം അങ്ങനെ വന്നല്ലോ. 99.9 വന്നാലും ഒരു അപ്രീഷിയേഷൻ പറയത്തില്ല, ഇത്രയേ ഉള്ളൂ. സോ കൊച്ചുങ്ങൾക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ, ഓവർ ബർഡൻ ആണ്, ആങ്സൈറ്റി ആണ്. ഇതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ വീട്ടിൽ വരുന്നത്. അന്നേരമാണ് അതുങ്ങളോട് ഒരു സ്നേഹത്തോടെ ഒരു എൻകറേജിങ് വാക്ക് പറയാത്തത്. ആ മോനെ 85% കിട്ടിയല്ലോ, ഗുഡ്, ട്രൈ യുവർ ബെസ്റ്റ്, ലവ് യു മക്കളെ എന്നൊരു വാക്ക് പറയാതെ 85% കൊണ്ട് വന്നിരിക്കുക, നീ മുനിസിപ്പാലിറ്റിയിലെ തൂപ്പുകാരനാവും, നോക്കിക്കോ. സോ ഓവർ എക്സ്പെക്ടേഷൻ ഓൺ ചിൽഡ്രൻ അത് ഒത്തിരി ദോഷം ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊന്ന് ഞാൻ പറയട്ടെ, ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോളിന്റെ ഒരു വലിയ ഒരു ഇമ്പാക്ട് ഇന്നത്തെ സമൂഹത്തിലുണ്ട്. ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ, ഡ്രഗ്സ് പ്രത്യേകിച്ച്. കള്ളു കുടിച്ചിട്ട് വന്നാൽ, ചാരായം കുടിച്ചിട്ട് വന്നാൽ മണക്കും. അതുകൊണ്ട് ഇന്ന് ഒത്തിരി രാസവസ്തുക്കൾ കിട്ടും. മൂഡ് ഓൾട്ടറിങ് സബ്സ്റ്റൻസ് അബ്യൂസ് എന്നൊക്കെ പറയും. ലഹരി പദാർത്ഥങ്ങൾ കിട്ടും. എന്തിന്? ചോക്ലേറ്റ് ആയിട്ട്, ലോളിപോപ്പായിട്ട് നുണയ്ക്കാവുന്ന ലഹരി പദാർത്ഥങ്ങളുണ്ട്. പണ്ടത്തെ പോലെ സൂചി വെച്ച് കുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോ വീട്ടിൽ ആ ഒരു ഫാദർ ഫിഗർ ഇല്ലാതെ വരുമ്പോൾ, ടോക്സിക് അറ്റ്മോസ്ഫിയർ ഉണ്ടാകുമ്പോൾ, ആങ്സൈറ്റി കൂടുമ്പോൾ, അൺഫുൾഫിൽഡ് ഡ്രീംസ് വർദ്ധിക്കുമ്പോൾ, നാച്ചുറലി ഒരു ക്ലൗഡിലേക്ക് അവർ പോകാൻ ആഗ്രഹിക്കും. ഡിനയൽ ഓഫ് ദ റിയാലിറ്റി, യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടം. അവിടെയാണ് ഡ്രഗ്സും മൂഡ് ഓൾട്ടറിങ് സബ്സ്റ്റൻസിന്റെയും ഒക്കെ ശക്തി വരുന്നത്. ഇവിടെ വരുന്ന മറ്റൊരു വിഷയം എന്താണെന്ന് അറിയാമോ? പേരൻസ് ആർ നോട്ട് കെയർഫുൾ അബൌട്ട് ദ ചിൽഡ്രൻ. കുഞ്ഞ് എന്തു ചെയ്യുന്നു എന്ന് നോക്കാൻ സമയമില്ലെന്നേ. ആരെ കുറ്റം പറയാനാ? രാവിലെ ജോലിക്ക് പോയി രാത്രി വന്നു, ചർച്ചും ഷോപ്പിങ്ങും കാര്യവും എല്ലാം കഴിഞ്ഞപ്പോ പിള്ളേർ എപ്പോ കിടന്നു അറിയുന്നില്ല. അവന്റെ ലോക്കർ വല്ലപ്പോഴും ഒന്ന് ചെക്ക് ചെയ്യാൻ അവസരം കിട്ടുന്നില്ല. അവൻ സ്കൂളിൽ നിന്ന് വന്നപ്പം പറഞ്ഞു 2 മണിക്കൂർ താമസിച്ചു വന്നു, ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നാലും ടീച്ചറിനെ പോയി ഒന്ന് കാണാനുള്ള സമയമില്ല. Where was he? Where was the daughter? തലയും തൂങ്ങി നടക്കുമ്പോൾ എന്ത് പറ്റിയടി? തലവേദനയാ. നോ, യു ഷുഡ് നോ. എന്തുകൊണ്ടാ തല താഴ്ത്തി നടക്കുന്നത്? ഡിസിപ്ലിൻ കുറയുന്നു. അവന്റെ ഹൈജീനിൽ കുറവ് വരുന്നു. വസ്ത്രധാരണത്തിൽ വ്യത്യാസമുണ്ടാകുന്നു. ഷാബിയായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നു. സംസാരത്തിൽ ചീത്തവാക്കുകളും ബ്ലഡി ഒക്കെ കൂടി വരുന്നു. സിബ്ലിങ്സിനോട് ഇറിറ്റേഷൻ കാണിക്കുന്നു. അമ്മയോട് മൈൻഡ് യുവർ ബിസിനസ് പറയുന്നു. അപ്പനോട് ലീവ് മീ അലോൺ എന്ന് പറയുന്നു. ചിലപ്പോ തനിച്ചിരുന്ന് കരയുന്നു. പഠിക്കാൻ സമയമില്ലാതെ വരുന്നു. ഈ ലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഡ്രഗ്സിന്റെ ഒത്തിരി ഇൻഫ്ലുവൻസ് ഉള്ള ഒരു കാലത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ജീവിക്കുന്നത്. ഞാന് അതിന്റെ കൂട്ടത്തിൽ തന്നെ ചേർത്ത് പറയാം, ഇന്ന് ഒത്തിരി കൾട്ടിക് ഉപദേശങ്ങൾ വളരുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ക്രിസ്ത്യാനികളുടെ ഇടയിലും കൾട്ടുകൾ വർദ്ധിക്കുകയാണ്. അതായത് ഇമോഷൻസിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ഉട്ടോപ്യയിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്ന. ക്രിസ്ത്യാനിയായോ, യു വിൽ ഹാവ് നോ പ്രോബ്ലം. വാട്ട് യു ആസ്ക് ഈസ് വാട്ട് യു ഗെറ്റ്. നിനക്ക് ഫസ്റ്റ് ക്ലാസ് വേണോ? ചോദ്യം. നീ അഭിഷക്തനാണെങ്കിൽ നിനക്ക് കിട്ടും. അവൻ തോറ്റു കഴിയുമ്പോൾ അവൻ ആദ്യം പറഞ്ഞ, അയ്യോ ഞാൻ അഭിഷക്തനല്ല, എന്റെ കുഴപ്പം കൊണ്ടാ കിട്ടാൻ. ക്ലെയിം. അപ്പൻ രോഗം വന്ന് മരിക്കുമ്പോൾ പിന്നെ ചെറുക്കൻ സഭായോഗത്തിന് വരത്തില്ല. കാരണം അവനോട് പറഞ്ഞ് ഇപ്പൊ വിടുതലുണ്ട് മകനെ.
റിയാലിറ്റിയെ മനസ്സിലാക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിയെടുക്കുന്നില്ല. സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം മോനെ. രോഗവും മരണവും ഒക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. തോൽവിയും വിജയവും ജീവിതത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെ മനസ്സിലാക്കി നമ്മുടെ തലമുറകളെ വളർത്താൻ നമുക്ക് കഴിയാതെ പോകുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? സെൻസ് ഓഫ് അൺവർത്തിനെസ്, സെൽഫ് എസ്റ്റീം, അഭിമാനം കുറയുന്നു, സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാകുന്നു. ഇതെല്ലാം എന്റെ കുഴപ്പമാണ്, ഇതൊക്കെ വെറുതെയാണ്. Why to be a burden? So ഞാൻ ഇവിടെ നിർത്തുകയാണ്. I will not go more into that. ഇതിന്റെ മധ്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നായി മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നമുക്കുണ്ടാകണം, പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക്. അത് തുടങ്ങണമെങ്കിൽ ആദ്യമേ സംഭവിക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? എല്ലാ ദൈവമക്കളും വളരെ ശ്രദ്ധിക്കണം. ആദ്യമേ ചെയ്യേണ്ടത് ഇൻഡിവിജ്വൽ ലെവലിൽ നമ്മൾ ഓക്കെ ആകണം. ഒത്തിരി അപ്പന്മാരുണ്ട്, അമ്മമാരെ നേരെയാക്കാൻ നോക്കും. വളച്ച് 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 ഒടുവിൽ അവളെ ഒടിച്ച് ഗാർബേജിൽ കളയും. ചില ഭാര്യമാരുണ്ട്, അവിടെ ജീവിതത്തിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഭർത്താവിനെ നേരെയാക്കണം. വാട്ട് ഷീ തിങ്ക് ഈസ് എല്ലാ പ്രശ്നത്തിന്റെയും കാരണം അയാളാ. ഒടുവിൽ എന്താ സംഭവിക്കുന്നത്? ക്ലാഷ് ഉണ്ടാകും. ക്ലാഷ്, സ്നേഹം നഷ്ടമാകും. നമ്മളറിയാലോ, വേദപുസ്തകം പറയുന്നു മൂക്ക് ഞെക്കിയാൽ ചോര വരും. കലഹമാകുന്നതിന് മുമ്പേ വിവാദത്തെ നിർത്തണം. പരസ്പരം പഴിചാരാനും നന്നാക്കാനും നോക്കരുത്. സ്വയം നന്നാകുവാൻ ശ്രമിക്കുക. കുടുംബജീവിതത്തിൽ കൂട്ടാളിയെ അംഗീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക. ഞാൻ 86 ഡൽഹിയിലായിരിക്കുമ്പോൾ IPCയിലെ KT തോമസ് പാസ്റ്റർ ഞങ്ങളുടെ ചർച്ചിലെ ഒരു സഹോദരന്റെ വിവാഹം നടത്തുവാൻ വേണ്ടി വന്നു. അദ്ദേഹമാണ് സോളംനൈസ് ചെയ്തത്. അദ്ദേഹം തന്റെ അനുഭവത്തിൽ നിന്നൊരു കാര്യം പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങൾ പാസ്റ്റർമാർക്കൊന്നും പ്രശ്നമില്ലെന്ന്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇങ്ങനെ ഒരു വെളിയിലൊക്കെ പോയി ചിലപ്പോൾ താമസിച്ച് വീട്ടിൽ വരുമ്പോൾ എന്റെ ഭാര്യ ചിലപ്പോൾ എന്നോട് ദേഷ്യപ്പെടും. അച്ഛൻ എന്താ ഇത്രയും താമസിച്ചത്, ഇത്ര നേരം എവിടെ ആയിരുന്നു? അത് കേൾക്കുമ്പോൾ ആദ്യം എനിക്ക് അങ്ങ് ദേഷ്യം വരും. എടാ, ഞാൻ ദൈവവേല ചെയ്യാൻ പോയിട്ട് വന്നപ്പോ എന്റെ ഭാര്യ എന്നോട് ഇതാണല്ലോ പറഞ്ഞത്. പക്ഷെ പെട്ടെന്ന് ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ പറയും, ആജ് മാഡം થોડા ഗരം ഹെ, ഇന്ന് അമ്മാമ്മ ഇച്ചിരി ചൂടാണ്, അല്പം ഒന്ന് തണുക്കട്ടെ. ഞാൻ ഉടനെ ചിരിച്ചോണ്ട് പറയും, ഓ സാരമില്ലടി, നീ ദേഷ്യപ്പെടാതെ എന്ന് പറഞ്ഞ് അതിനെ സോൾവ് ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഞാൻ പറയട്ടെ ദൈവമക്കളെ, ആദ്യമേ നമുക്ക് നമ്മിൽ നിന്ന് ആരംഭിക്കാം. പ്രത്യേകിച്ച് സ്വയശോധന, ഇൻട്രോസ്പെക്ഷൻ, സെൽഫ് എക്സാമിനേഷൻ. നമ്മളെ എന്താണ് നമ്മുടെ സ്പൗസിന് പ്രശ്നം ഉണ്ടാക്കുന്നത്? നമ്മുടെ സംസാരമാണോ? നമ്മുടെ ആറ്റിറ്റ്യൂഡാണോ? ചിലരുണ്ട് സംസാരിക്കേണ്ട, ആ നോട്ടം മതി, അടുത്ത ആളിനെ ട്രാഷ് ചെയ്ത് കളയും. നമ്മുടെ നോട്ടമാണോ? ഈവൻ ചിലരുണ്ട് ഒന്നുമില്ല, ഞാൻ മിണ്ടത്തുമില്ല നോക്കത്തുമില്ല, റൂമിൽ പോയി ഇരുന്ന് TV കണ്ടുകൊണ്ടിരിക്കും. ചില അച്ചായന്മാര്, ചില ഭാര്യമാര് ഭർത്താവിനോട് മിണ്ടത്തില്ല, പക്ഷെ കൂട്ടുകാരിയോട് വന്നു കഴിഞ്ഞാൽ ഉടനെ ഒരു ഫോൺ ഇത് വെച്ചോണ്ടായിരിക്കും ചിക്കൻ അരിയുന്നത്. കാരണം ഇത് താത്ത് വെച്ചാൽ ചിലപ്പോൾ അച്ചായനോട് എന്തെങ്കിലും മിണ്ടണ്ടി വന്നാലോ. വാക്കുകളിൽ ഒതുക്കുക, ഇന്ന് കാപ്പി കുടിക്കുക, എടാ ചെന്ന് ഡാഡിയെ വിളിച്ചോണ്ട് വാ ചോറുണ്ണാൻ. അപ്പോ പറയണമെന്നില്ല, വാക്കുകൾ കൂടാതെ തന്നെ നമുക്ക് മറ്റൊരാളെ ഹർട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ മറ്റൊന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ലേൺ ടു അപ്രീഷിയേറ്റ് ദി അതർ പേഴ്സൺ. അവരുടെ നന്മകളെ കാണാൻ ശ്രമിക്കൂ. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു പരാതി, ഒരു കുറവ് നിനക്കുണ്ട്. ആ ആദ്യ സ്നേഹത്തിലേക്കൊന്ന് മടങ്ങി വാ. ആ പള്ളിക്കുള്ളിൽ നിന്നുകൊണ്ട് മരണം നമ്മെ വേർപിരിക്കും വരെയും എന്ന് പറഞ്ഞ് ആ ഹൃദയത്തിലേക്ക് അവളെ ഏറ്റെടുത്ത നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുക. ആ കല്യാണം കഴിഞ്ഞ 1-2 ആഴ്ചയിൽ എവിടെയെല്ലാം പോയി, എന്തെല്ലാം സംസാരങ്ങളായിരുന്നു, ഒരുമിച്ച് എന്തെല്ലാം സ്വപ്നങ്ങളാണ് നെയ്തുണ്ടാക്കിയത്. ആ ദിവസങ്ങളെ ഓർക്കുക. എവിടെയാണ് ഇവിടെ വീഴ്ച വന്നത്? അങ്ങനെ സ്വയം മനസ്സിലാക്കി പരസ്പരം സ്നേഹിക്കാനും അപ്രീഷിയേറ്റ് ചെയ്യാനും എൻജോയ് ചെയ്യാനും തുടങ്ങി. എൻജോയ് യുവർ സ്പൗസ്. ഒത്തിരി എതിർപ്പുകൾ ഉണ്ടെന്നേ,
പക്ഷെ അതിനെ നമുക്ക് ജയിച്ചേ മതിയാകും. മറ്റൊന്ന്, കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ ചില മാതാപിതാക്കൾ ചിന്തിക്കുന്നത്, പ്രത്യേകിച്ച് അമ്മമാർക്ക് വരുന്നൊരു കുഴപ്പം, ഇനിയും പിള്ളേരാണ് ലോകം. അല്ല, പിള്ളേര് കല്യാണം കഴിച്ച് പോകുമെന്നേ, പക്ഷെ നിങ്ങൾക്ക് പിന്നെയും താമസിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ വൈകാരിക, ശാരീരിക, മാനസിക ബന്ധത്തിന് കുറവ് വരുവാൻ മക്കളെ പോലും അനുവദിക്കരുത്. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, പരസ്പരം വീണ്ടും ചേർന്നിരിപ്പീൻ. നിങ്ങളുടെ അജിതേന്ദ്രിയത്വ നിമിത്തമാണ് ഞാൻ പറയുന്നത്. ഈ അജിതേന്ദ്രിയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംസ്കൃതത്തിലുള്ള വാക്കല്ല, മലയാളത്തിലുള്ള വാക്കാണ്. അതിലേക്ക് അർത്ഥം മനസ്സിലാക്കണം. പണ്ടൊരു സിനിമ ഇറങ്ങിയ ദിൽ മാംഗെ മോർ, അതുപോലെ നമ്മുടെ ശരീരത്തിന് ചില ആഗ്രഹങ്ങളുണ്ടെന്നേ. ഇല്ലെങ്കിൽ കല്യാണമൊന്നും കഴിക്കേണ്ട കാര്യമില്ല. അപ്പോ നിങ്ങൾ പരസ്പരം ചേർന്നിരിക്കണം. Learn to enjoy your life, learn to love your spouse, be the best. അത് കണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരട്ടെ. അത് കണ്ടു വേണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരുവാൻ. 2, കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളായിട്ട് കാണണം. അവർക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ എടാ പോടാന്ന് പറയരുത്. മമ്മി ഇന്ന് ക്ലാസ്സിൽ ഒരു ചെറുക്കൻ എനിക്കൊരു എഴുത്ത് തന്നെന്ന് പറയുമ്പോൾ, അവന്റെ SMS അയച്ചെന്ന് പറയുമ്പോൾ, ഇനി നിനക്ക് ഞാൻ ഫോൺ തരത്തില്ലെന്നല്ല പറയേണ്ടത്. ആ മോനെ, അതാരാ മക്കളെ, ഏത് പയ്യനാ അത്, എന്ത് ചെയ്തു, ഒക്കുമെങ്കിൽ കുഞ്ഞിന്റെ കൂടെ ഒന്ന് ക്ലാസ്സിൽ ചെല്ലുക, ഒക്കുമെങ്കിൽ ആ കുട്ടിയുടെ പേരൻസിനോടൊന്ന് സംസാരിക്കുക, എന്നിട്ട് സ്വന്തം കുഞ്ഞിനെ എൻകറേജ് ചെയ്യാം. മോളെ, ഇതൊന്നും ഒരു വിഷയമല്ല മോളെ, ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാ, പക്ഷെ നമുക്കിത് ചെയ്യാൻ ഒക്കില്ല. Accepting those things and realizing those things and standing with that child. നിന്റെ അഹങ്കാരം കൊണ്ടാടി വല്ല ആമ്പിള്ളാരുടെ പുറകെ നടക്കുക. ഇപ്പൊ നീ അടുത്ത പ്രാവശ്യം അവൾക്കൊരുത്തൻ SMS അല്ല അറ്റാച്ച്മെന്റ് അയച്ചാലും അവൾ അമ്മയോട് പറയില്ല, അപ്പനോട് പറയില്ല, കാരണം അവൾക്ക് പേടിയാ. 3, നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, നോ എന്ന് പറയുന്ന സ്ഥാനത്ത് ഡു ഇറ്റ് എന്ന് പറയുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരാൾ ഇങ്ങനെ ചോദിച്ചു, മോനെ എന്ത് വേണം, ചിക്കൻ വേണോ, ഫിഷ് വേണോ? വേറൊരാൾ കുഞ്ഞിനോട് ചോദിച്ചു, മോനെ ഒന്നിൽ നിനക്ക് ചിക്കൻ എടുക്കാം അല്ലെങ്കിൽ ഫിഷ് എടുക്കാം, വിച്ച് വൺ യു ചൂസ്? നാച്ചുറലി ഓക്കെ, ഐ വിൽ ഗോ ഫോർ ഫിഷ്. ഞാൻ പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക, ടാസ്കുകൾ കൊടുക്കുക. ഓക്കെ, പഠിച്ചോണ്ടിരിക്കുമ്പോൾ ഉറങ്ങുന്ന കുഞ്ഞിനോട് നീ ഇരുന്ന് ഉറങ്ങിക്കോ, നീ ഗുണമാകത്തില്ലെന്ന് പറയേണ്ടതിന് പകരം, മോനെ ഒത്തിരി ക്ഷീണിച്ചെന്ന് തോന്നുന്നു, അല്പസമയം ഒന്ന് റെസ്റ്റ് എടുക്കും മോനെ, എന്നിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, മോൻ അല്പസമയം റെസ്റ്റ് എടുക്കുക, എന്നിട്ട് പഠിച്ചാൽ മതി. ഇത് കേട്ടാൽ ആ കുഞ്ഞ്, അവൻ മനുഷ്യനാണോ, അവന്റെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകും. ഞാൻ പറഞ്ഞത്, കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുന്നു എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടെ അവരോട് ഇടപെടാൻ നമുക്ക് സാധിച്ചാൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും കൊലപാതകന്മാരോ സമൂഹദ്രോഹികളോ ടെററിസ്റ്റോ അല്ല. നമ്മുടെ കുഞ്ഞുങ്ങളും ദൈവത്തെ സ്നേഹിക്കുന്ന പിള്ളേരാ. പക്ഷെ അല്പം ഒരു ഡിഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഞാൻ മറ്റൊരു കാര്യം പറയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു വലിയ മിസ്റ്റേക്ക് ചെയ്തിട്ട് വന്നാലും അവനെ ഇറക്കി വിടുകയല്ല വേണ്ടിയത്. ക്രിസ്തു ചെയ്തതുപോലെ അവനെ മാറോടണയ്ക്കുന്ന ഒരു സ്വഭാവം മാതാപിതാക്കൾക്ക് വേണം, പ്രത്യേകിച്ച് അപ്പന്മാർക്ക്. നിങ്ങളുടെ ഒരു കുഞ്ഞ് നിങ്ങളുടെ ജാതിയിൽപ്പെടാത്ത ഒരു പുരുഷനെ വിവാഹം കഴിച്ചെന്ന് പോലും ഇരിക്കട്ടെ, അവളെ ഞാൻ കൊല്ലും, ഇനി അവളുടെ മുഖം കാണണ്ട, ഇതൊക്കെ ദേഷ്യത്തിന് പറഞ്ഞു പോയെന്ന് വരാം. പക്ഷേ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ 2 കാര്യങ്ങൾ ജീവിതത്തിൽ ഓർക്കുക. ഒന്ന്, ഞാൻ 2 ഹോപ്പ്ലെസ് ആയിട്ടുള്ള വിഷയങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കട്ടെ. 2 ശമൂവേൽ 18:32 2 ശമൂവേൽ 18:32 അബ്ശാലോമിന്റെ മരണം കഴിഞ്ഞപ്പോൾ ദാവീദ് പറയുന്ന കാര്യമാണ്. അപ്പോൾ രാജാവ് കൂശിനോട്, അബ്ശാലോം കുമാരൻ സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് കൂശ്യൻ, യജമാനനായ രാജാവിന്റെ ശത്രുക്കളും നിന്നോട് ദോഷം ചെയ്യുവാൻ എഴുന്നേൽക്കുന്ന എല്ലാവരും ആ കുമാരനെ പോലെ ആകട്ടെ എന്ന് പറഞ്ഞു. ഉടനെ രാജാവ് നടുങ്ങി പടിപ്പുര മാളികയിൽ കയറി, എന്റെ മകനെ അബ്ശാലോമേ, എന്റെ മകനെ, എന്റെ മകനെ അബ്ശാലോമേ, ഞാൻ നിനക്ക് പകരം മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. അബ്ശാലോമേ, അബ്ശാലോമേ,
എന്റെ മകനെ എന്റെ മകനെ എന്നിങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടന്നു. ദിസ് ഷുഡ് ബി എ ഫാദേഴ്സ് ഹാർട്ട്. അവൻ ശപിക്കപ്പെട്ടവൻ, അവൻ തൊലഞ്ഞു, നന്നായി നല്ല പറയേണ്ടത്. അവന്റെ ശവമടക്കിന് പോലും ഞാൻ പോകില്ലെന്നല്ല പറയേണ്ടത്. എവിടെങ്കിലും കൊണ്ട് കുഴിച്ചിട്ടായിരുന്നല്ല പറയേണ്ടത്. എന്റെ മകനെ അബ്ശാലോമേ, നിനക്ക് പകരം ഞാൻ മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. എന്റെ മകനെ എന്റെ മകനെ. ഇത്രയും സ്നേഹമുള്ള ഒരു അപ്പനെ കുഞ്ഞുങ്ങൾ സ്നേഹിക്കാതിരിക്കുമോ? അവർ മടങ്ങി വരിക തന്നെ ചെയ്യും. രണ്ട്, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 2 ശമൂവേൽ 21 ചില വാക്യങ്ങളാണ്. 2 ശമൂവേൽ 21 8 മുതലാണ്. അയ്യാവിന്റെ മകൾ റിസ്പ ശൗലിന് പ്രസവിച്ച 2 പുത്രന്മാരായ അർമോനിയെയും മെഫിബോസത്തിനെയും രാജാവ് പിടിച്ച് ഗിബെയോന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവരെ കൊന്നു. അതായത് 9-ാം വാക്യത്തിൽ അവരെ മലയിൽ യഹോവയുടെ മുമ്പാകെ തൂക്കിക്കളഞ്ഞു. 10-ാം വാക്യം നോക്കുക. അയ്യാവിന്റെ മകളായ റിസ്പ ചാക്കുശീല എടുത്ത് പാറമേൽ വിരിച്ചു. കൊയ്ത്തുകാലത്തിന്റെ ആരംഭം മുതൽ ആകാശത്ത് നിന്ന് അവരുടെ മേൽ മഴ പെയ്തതുവരെ പകൽ ആകാശത്തിലെ പക്ഷികളോ രാത്രി കാട്ടുമൃഗങ്ങളോ അവരെ തൊടുവാൻ സമ്മതിക്കാതിരുന്നു. ചില അമ്മമാര് പറഞ്ഞേക്കാം, എന്റെ ചെറുക്കൻ ഡ്രഗ്സിൽ പോയി പാസ്റ്ററേ, എന്റെ പെണ്ണിന് ഇനി രക്ഷയില്ല പാസ്റ്ററേ. ഇവിടെ നോക്കുക, മരിച്ച ശവങ്ങളെ എടുത്തുകൊണ്ട് പാറമേൽ ചാക്ക് വിരിച്ച് പകലും രാത്രിയും ആ ഡെഡ് ബോഡിക്ക് കാത്തിരിക്കുന്ന, കണ്ണുനീരോട് കാത്തിരിക്കുന്ന ഒരമ്മ. ദാവീദ് കേട്ടു ഈ സംഭവം. അവൻ ആ മൃതശരീരങ്ങളെ അവൻ അടക്കി സംസ്കരിച്ചു. ഞാൻ പറയട്ടെ, സമയത്തിന്റെ പരിമിതികൾ കാരണം നമുക്ക് ഒത്തിരി പറയാൻ ഒക്കത്തില്ല. എന്നാൽ ഞാൻ പറഞ്ഞു നിർത്താം. ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ നമുക്ക് ക്ഷമ, ആർദ്രത, സ്നേഹം, കനിവ് ഇതൊക്കെ വർദ്ധിപ്പിച്ചെടുക്കാം. പരസ്പരം കരുതൽ വർദ്ധിപ്പിച്ചെടുക്കാം. റിസ്പയെ പോലെ ആ അഴുകുന്ന മൃതശരീരങ്ങൾക്കരികെ പറവുകൾ വന്ന്, കാക്കകൾ വന്ന്, വന്യമൃഗങ്ങൾ വന്ന് അതിന് ഹാനി ചെയ്യാതെ കാത്തിരിക്കുന്ന ഒരു അമ്മയെ പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥനയിൽ ജാഗരിക്കാം. മരിച്ചുപോയ അബ്ശാലോമിന് വേണ്ടി മാറത്തടിച്ച് നിലവിളിച്ച് കരയുന്ന ദാവീദിനെ പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, കാത്തിരിക്കാം. ചലനമുണ്ടാകും. എന്നാൽ കുഞ്ഞുങ്ങളോട് എനിക്കൊന്ന് പറഞ്ഞു നിർത്തണം. പ്രിയ കുഞ്ഞുങ്ങളെ, ഡിയർ ചിൽഡ്രൻ, നിങ്ങൾക്ക് യുവർ പേരൻസ് ഗേവ് യു ലൈഫ്. They gave you everything you needed. They cared for you. കാലിൽ വെരിക്കോസ് വേദനയാണ്, പക്ഷേ നിന്റെ അമ്മ രാവിലെ ജോലിക്ക് പോന്നു. നീ കിടന്നുറങ്ങുമ്പോൾ നിന്റെ തുണികൾ കഴുകുന്നു, തേക്കുന്നു, നനയ്ക്കുന്നു. നിനക്ക് വേണ്ടി ആഹാരം ഉണ്ടാകും. കുടുംബജീവിതത്തിന്റെ ജോലിയിലെ ടെൻഷൻ സഹിച്ചുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ അധ്വാനിക്കുന്നു. നിന്റെ മാതാപിതാക്കൾ, നിന്റെ മാതാപിതാക്കൾക്ക് നീ വേദന കൊടുത്താൽ അവർക്ക് ആശ്വാസം എവിടെ നിന്നാ മോനെ കിട്ടുക? ഇന്നെന്നെ കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണുനീരൊപ്പുണ്ടത് നിങ്ങളാണ് മോനെ. മോളെ, നീ എവിടെ നിന്നോ കണ്ട് ഏതോ നെറ്റിൽ നിന്നോട് ചാറ്റിൽ പരിചയപ്പെട്ട ആർക്കോ വേണ്ടി നിന്റെ മാതാപിതാക്കളുടെ കണ്ണുനീര് തോരാൻ അനുവദിക്കാതെ നീ പോയാൽ ദാറ്റ്സ് നോട്ട് ഗുഡ്. നിന്റെ അമ്മയെ നീ സ്നേഹിക്കൂ, നിന്റെ അപ്പനെ നീ സ്നേഹിക്കൂ. എഫേസ് ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു, മക്കളെ, നീ സുഖമായിരിക്കാൻ, നിനക്ക് ദീർഘായുസോടെ ഇരിക്കാൻ നീ നിന്റെ അമ്മയപ്പന്മാരെ ബഹുമാനിക്കുക. ഞാൻ ഇനിയും സമയം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കറിയാം, ഞാൻ പെരിഫറൽസിൽ ചില കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളൂ. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ കുടുംബം നമുക്ക് നഷ്ടമായാൽ നമുക്ക് സകലവും നഷ്ടമായി. ഒരുമിച്ച് നിൽക്കാം. പ്രശ്നങ്ങൾ വന്നേക്കാം, പ്രയാസങ്ങൾ വന്നേക്കാം, രോഗങ്ങൾ വന്നേക്കാം, സാഹചര്യങ്ങൾ പ്രതികൂലമായി മാറിയേക്കാം. പക്ഷെ ഒരു കാര്യം ഉറച്ചു നിൽക്കൂ, ഒരുമിച്ച് നിൽക്കൂ. ഹാങ് ഓൺ ടുഗദർ. പരസ്പരം ബിൽഡ് ചെയ്യൂ. ഭാര്യയ്ക്ക് സ്നേഹം കൊടുക്കൂ, ഭർത്താവിന് സ്നേഹം കൊടുക്കൂ. ഭാര്യയെ ബഹുമാനിക്കൂ, ഭർത്താവിന് കീഴടങ്ങൂ. മക്കളെ സ്നേഹിക്കൂ. അവർക്ക് വേണ്ടി അല്ലേ നാം ജീവിക്കുന്നത്? കുഞ്ഞുങ്ങൾക്ക് തെറ്റുപറ്റിയാൽ അവരോട് ക്ഷമിക്കൂ, തിരുത്താൻ ശ്രമിക്കണം. പക്ഷേ അവർ തിരുത്തപ്പെട്ടില്ല, അവരുടെ വഴിക്ക് പോയെന്നിരിക്കട്ടെ, പക്ഷേ അവരെ വീണ്ടും മാറോടെ ചേർക്കണം.
നിന്റെ രക്തമാണ്, നിന്റെ മാംസമാണ്. നിന്നെ പോലെ അവർക്ക് വേണ്ടി കരുതുവാൻ ഈ ലോകത്തിൽ ആരും ഉണ്ടാകില്ല. ഒരുപക്ഷെ നിന്റെ മകൾ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് നിന്നെ ഉപേക്ഷിച്ച് പോയെന്ന് വരാം മാതാപിതാക്കളെ. പക്ഷേ ലിസ്ബയെ പോലെ അവന് വേണ്ടി, അവൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കൂ. ദാവീദിനെ പോലെ അബ്ശാലോമിന് വേണ്ടി നിലവിളിക്കൂ. നിന്റെ കുഞ്ഞുങ്ങൾ മടങ്ങി വരും. നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹ വിഷയമാകും. നിന്റെ കുഞ്ഞുങ്ങൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയാകും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരി വള്ളി പോലെയാകും. നീ പ്രാർത്ഥിച്ചു നോക്ക്, നീ കണ്ണുനീരൊഴുക്ക് നോക്ക്. തൂ പ്രാർത്ഥനാമേ ഹാത്ത് ഉഠാക്കെ ദേഖ്. നീ കണ്ണുനീരോട് നിന്റെ ദൈവസന്നിധിയിൽ കരങ്ങളെ ഉയർത്തി നോക്കൂ. ഇതാ ഞാൻ വരുന്നു എന്നവൻ പറയും. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കുമെന്ന് സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ ഹൃദയം ക്ഷീണിച്ച് ഒരു ഏകാന്ത പഥികനെ പോലെ, ആരുമില്ലാത്തവനെ പോലെ നീ മാറിയിരുന്ന് തേങ്ങിക്കരയുമ്പോൾ നിന്റെ കണ്ണുനീര് കണ്ടു മനസ്സലിഞ്ഞ് നിനക്ക് മറുപടിയുമായി വരുന്ന ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. യോശുവയെ പോലെ നീ എപ്പോഴും പറയണം, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ദാവീദിനെ പോലെ നീ എപ്പോഴും പ്രാർത്ഥിക്കണം, കർത്താവേ നിന്റെ കരുണയാൽ എൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, നീ അങ്ങനെ തന്നെ നിവർത്തിക്കണമേ. ഇടയ്ക്ക് വെച്ചോടിപ്പോകരുത്. ഡിവോഴ്സ് പാടില്ല. കുഞ്ഞുങ്ങളോട് ഇറങ്ങി പോടാന്ന് പറയരുത്. ഭാര്യയോട് പോയി ചാകടി എന്ന് പറയരുത്. ഭർത്താവിനോട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടക്കുന്നതെന്ന് ചോദിക്കരുത്. അയ്യോ, ദൈവം നിന്നോട് ക്ഷമിക്കില്ല. നീ നിന്റെ ഭർത്താവിന്റെ ശവക്കുഴി തോണ്ടരുത്. നീ നിന്റെ ഭാര്യയുടെ ശവക്കുഴി തോണ്ടരുത്. നീ നിന്റെ കുഞ്ഞുങ്ങളുടെ ശവക്കുഴി തോണ്ടരുത്. നീ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറണം. നീ മറ്റുള്ളവർക്ക് ആശ്വാസമായി മാറണം. നീ ക്ഷമിക്കുന്നവനായി, പൊറുക്കുന്നവനായി തീരണം. യേശു ക്രിസ്തു കാൽവറിയിൽ പിടയുമ്പോൾ പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞതുപോലെ രാത്രിയുടെ ഏകാന്തതയിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നീ നിന്റെ മുറിക്കുള്ളിൽ കയറിപ്പോയി നീ വീണ് കിടന്നുകൊണ്ട്, കർത്താവേ നീ എനിക്ക് തന്ന എൻ്റെ കൂട്ടാളിയാണ്, അവളോട് ക്ഷമിക്കണമേ. അവിടുന്ന് തന്ന കുഞ്ഞുങ്ങളാണ്, അവരോട് ക്ഷമിക്കണമേ. നീ എന്നെ സ്നേഹിച്ചതുപോലെ അവരെ സ്നേഹിപ്പാൻ എനിക്ക് കൃപ തരണമേ എന്ന് നീ പ്രാർത്ഥിച്ചു നോക്കൂ. ദൈവം നമ്മളെ സഹായിക്കും. സോ നമുക്കൊരു നല്ല കുടുംബം ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കാം. കുഞ്ഞുങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അവരെ സ്നേഹിക്കുക. പ്രത്യേകിച്ച് ഞാൻ പറയാമല്ലോ, കുഞ്ഞുങ്ങളെ ഈ കോവിഡ് ആണെന്നും പറഞ്ഞ് ടിവിയും കണ്ട് വീഡിയോ ഗെയിമും കണ്ട് കളിച്ചിരിക്കാതെ ഒത്തിരി നല്ല കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ നോക്കും. നെറ്റിൽ പോയി നിങ്ങൾ നല്ല മെസ്സേജുകൾ ഉണ്ടാക്ക്, ടോപ്പിക്കുകൾ പഠിക്ക്, കോവിഡിനെ കുറിച്ച് റിസർച്ച് ചെയ്യ്. ഇപ്പൊ എന്താണ്ട് സ്പേസിലേക്കും എലോൺ മസ്ക് സ്പേസിലേക്ക് റോക്കറ്റ് അയച്ചു. ലോഞ്ച് ചെയ്യാവുന്ന റോക്കറ്റുകൾ ഉണ്ടാക്കുക, അതിനെക്കുറിച്ച് പഠിക്ക്. സോഷ്യൽ സൈക്കോളജി പഠിക്ക്. നിനക്ക് ഇഷ്ടമുള്ള നിന്നിൽ ദൈവം തന്നിരിക്കുന്ന ടാലന്റ് നീ കണ്ടുപിടിച്ചിട്ട് അതിനെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവാ. നീ ഏതിലാണ് ബെസ്റ്റ് എന്ന് നീ കണ്ടുപിടിക്ക്. കഥ എഴുതാൻ അറിവുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കഥകൾ എഴുത്. പോയം എഴുതാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോയം എഴുത്. കുക്കിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ കുക്കിംഗ് ചെയ്യ്. അമ്മയെ കിച്ചണിലൊന്ന് ഹെൽപ്പ് ചെയ്യ്. ഇറങ്ങിപ്പോയി പപ്പയുടെ കാറൊന്ന് വാഷ് ചെയ്ത് വെക്ക്. പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ റൂമിൽ കയറി കുറച്ചു നേരം പ്രാർത്ഥിക്ക്. പ്രസംഗങ്ങൾ ഉണ്ടാക്കുവാൻ കഴിവുണ്ടെങ്കിൽ പ്രസംഗങ്ങൾ ഉണ്ടാക്ക്. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ ഒരു പദം ഇങ്ങനെയുണ്ട്, lives of great men all remind us we can make our life sublime, on departing leave behind us footprints on the sands of time. ഇന്ന് ഈ ലോക ചരിത്രത്തെ തിരുത്തി കുറിച്ച മഹാന്മാരെന്ന് നമ്മൾ പറയുന്ന ആളുകൾ എല്ലാവരും അവർ കുഞ്ഞുങ്ങളായിട്ട് ജനിച്ചവരാ. അവർ കുട്ടികളായിരുന്നു. നമ്മളെക്കാൾ വേദനിപ്പിക്കുന്ന, തിരസ്കരിക്കപ്പെട്ടവരായി, നമ്മളെക്കാൾ അഡ്വേഴ്സ് സർക്കംസ്റ്റാൻസസിൽ വളർന്നു വന്നവരാണ് ഇന്ന് ഗ്രേറ്റ് മെൻ എന്ന് നമ്മൾ പറയുന്നത്. സോ എനിക്ക് ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ ഡിസ്കോഴ്സ് ഇവിടെ തീർക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, പ്രാർത്ഥിക്കുക. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞല്ലോ, പ്രാർത്ഥനയിൽ തുടങ്ങുക, പ്രാർത്ഥനയിൽ അവസാനിപ്പിക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞു നിർത്താം ദൈവമക്കളെ. ഒരുപക്ഷെ ഈ കോവിഡ് കാലഘട്ടം കഴിയുമ്പോഴേക്കും നമ്മളിൽ ചിലരൊക്കെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടെന്ന് വന്നേക്കാം. കോവിഡ് പിടിച്ചല്ല, ജനിക്കുന്നവരെല്ലാം മരിക്കുമെന്നേ.
ഇല്ല എങ്കിൽ ഈ കോവിഡിന്റെ മധ്യത്തിൽ കർത്താവിന്റെ കാഹളം ധ്വനിച്ചെന്ന് വരാം. നമുക്കൊരുങ്ങിയിരിക്കാം. ഫസ്റ്റ്, നമ്മുടെ ആത്മീക ജീവിതം, നമ്മുടെ ജീവിതം ക്ലിയർ ആക്കാം. 2, നാം എവിടെ വസിക്കുന്നുവോ അറ്റ്മോസ്ഫിയറിനെ നമുക്ക് ടോക്സിക് ആക്കാതെ നമുക്ക് മനോഹരമാക്കാം. 3, നമ്മിലുള്ള നന്മകൾ നമ്മുടെ തലമുറകളിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാം. 4, നാം ജീവിക്കുന്ന സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ മുമ്പിൽ ക്രിസ്തുവിനെ ഉയർത്തുവാൻ ശ്രമിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിക്കും. പരസ്പരം സ്നേഹിക്കാം, പരസ്പരം പൊറുക്കാം, പരസ്പരം താങ്ങായി തണലായി നമ്മെ തന്നെ ആക്കി തീർക്കാം. അപ്പനമ്മയ്ക്ക്, ഭാര്യ ഭർത്താവിന്, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അനുഗ്രഹ വിഷയമാകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്. പാസ്റ്ററുകളെ, താങ്ക് യു. കഴിഞ്ഞ 3 ദിവസം നമ്മോടൊപ്പം ആയിരിക്കാൻ പ്രിയ പാസ്റ്റർ നമ്മളോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും നന്ദി പറയുന്നു. ഒത്തിരി അനുഗ്രഹമായിരുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഒരു സജഷൻ, ഇനിയും കൂടുതൽ കാര്യങ്ങളുണ്ട്. പാസ്റ്റർ ദിൽ കി ബാത്ത് എന്ന് പറഞ്ഞ പാസ്റ്ററുടെ ഒരു പ്രോഗ്രാം ഉണ്ട് യൂട്യൂബില്. അതിനകത്ത് കൂടുതൽ ഇനി ഇതിന്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങൾ ദേവദാസൻ ശുശ്രൂഷിച്ച് ഞങ്ങൾക്ക് അയച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. ഈ ശുശ്രൂഷയില് ആദ്യത്തെ ദിവസം പങ്കെടുത്തവര് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ദിവസവും വന്ന എല്ലാ ദൈവമക്കൾക്കും നന്ദി അറിയിക്കും. എൻ്റെ പ്രിയ സ്നേഹിതൻ ഷാനിച്ചാൻ ഉണ്ടായിരുന്നു. ഒത്തിരി സ്നേഹിതന്മാരുണ്ട്. ദുബൈയിൽ നിന്ന് എൻ്റെ സ്നേഹിതൻ സുബിൻ ഉണ്ടായിരുന്നു. ജിമ്മി ബദറാൻ ഫാമിലി ഉണ്ടായിരുന്നു. എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. അലസാൻഡർ പാസ്റ്റർ സ്നേഹിതന്മാർ ഉണ്ടായിരുന്നു. എല്ലാവർക്കുമായി സ്തോത്രം. നമ്മുടെ ഓവർസിയർ സുശീൽ മാറ്റി സാറ് 2 ദിവസം ഫുള്ള് നമ്മുടെ ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം അവിടെ സൺഡേ ആയതുകൊണ്ട് സാറിന് ജോയിൻ ചെയ്യാൻ പറ്റാഞ്ഞത്. ഫിനോസ് പാസ്റ്റർ നമ്മൾക്ക് വർഷിപ്പ് ലീഡ് ചെയ്യാനുണ്ട്. എല്ലാ ശുശ്രൂഷയിലും പങ്കെടുത്ത ദേവദാസന്മാരോടും എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രിയ മേരി ആൻറ്റി കുര്യനങ്ങളൊക്കെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു 3 ദിവസം. ഒത്തിരി പേരുടെ പേരെടുത്ത് പറയാനുണ്ട്. പ്രിയ ബ്രദർ ഡാൻ ഉണ്ടായിരുന്നു. പ്രിയ ആന്റണി ബ്രദർ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. എല്ലാവരോടുള്ള നന്ദിയെ പ്രത്യേകിച്ച് അറിയിക്കുന്നു. നമുക്കിനി ഇങ്ങനെ കൂടുവാൻ ദൈവം സഹായിക്കട്ടെ. എൻ്റെ ഏറ്റവും ആത്മാർത്ഥമായ സ്നേഹിതനും ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷിക്കുന്ന നാട്ടില് ഛത്തീസ്ഗഡിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന പാസ്റ്റർ ജിബു നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം കുവൈറ്റിൽ നിന്ന് നല്ലൊരു ജോലി റിസൈൻ ചെയ്ത് നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തനാണ്. അവസാനമായി പ്രിയ ജിബു പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദത്തോടു കൂടി ഈ മീറ്റിംഗ് അവസാനിക്കും. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും പാസ്റ്ററെയോ എന്നെയോ ബന്ധപ്പെട്ടാൽ നമുക്കതിന് കൂടുതലായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടുള്ള നന്ദിയെ പ്രത്യേകിച്ച് അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയ ജോയങ്ങൾ നമ്മളുണ്ടായിരുന്നു. എല്ലാവരുടെയും പേരെടുത്ത് ഇനി പറഞ്ഞ് സമയം കളയുന്നില്ല. എല്ലാവരോടും ഫേസ്ബുക്കിൽ നമ്മളെ വാച്ച് ചെയ്ത സഹോദരങ്ങളുണ്ട്. എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവം എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിനോട് കൂടെ ചേർന്ന് കുടുംബജീവിതം നയിക്കാൻ കുഞ്ഞുങ്ങളുമായും എല്ലാവരുമായുള്ള ബന്ധത്തിൽ വലിയ ദൈവപ്രവൃത്തികൾ ദൈവരാജ്യത്തിന്റെ കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ തീരട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ക്രിസ്റ്റിക്കായി സ്തോത്രം. എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഇപ്പം പാസ്റ്റർ ജിബു പ്രാർത്ഥിച്ച് ജിബി പാസ്റ്ററുടെ ചർച്ചിൽ നിന്ന് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു.